കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് നിർവചിക്കുന്നത്? ഭാഗം 11 അനുച്ഛേദം 245 മുതൽ 263 വരെ. ഇന്ത്യൻ ഭരണഘടനയുടെ 11-ാം ഭാഗം പാർട്ട് 11 അനുച്ഛേദം 245 മുതൽ 263 വരെ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു. ഇത് നിയമനിർമ്മാണപരവും ഭരണപരവുമായ ബന്ധങ്ങൾ ഉൾക്കൊള്ളുന്നു. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമിടയിൽ അധികാരങ്ങൾ എങ്ങനെ വിഭജിക്കപ്പെടുന്നു എന്ന് ഈ ഭാഗം വ്യക്തമാക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ ധനകാര്യം, സ്വത്ത്, കരാറുകൾ, വ്യവഹാരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഏതു ഭാഗത്താണ് കാണപ്പെടുന്നത്? ഭാഗം 12 ആർട്ടിക്കിൾ 264 മുതൽ 300A വരെ. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 12 ആർട്ടിക്കിൾ 264 മുതൽ 300 വരെ ധനകാര്യം, സ്വത്ത്, കരാറുകൾ, വ്യവഹാരങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നു. 1976-ലെ 44-ാം ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരം സ്വത്തവകാശം ആർട്ടിക്കിൾ 300A ഒരു നിയമപരമായ അവകാശമായി ഈ ഭാഗത്ത് ഉൾപ്പെടുത്തി. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് യൂണിയന്റെയും സംസ്ഥാനങ്ങളുടെയും കീഴിലുള്ള പൊതുസേവനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 14 ആർട്ടിക്കിൾ 308 മുതൽ 323 വരെ. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 14 ആർട്ടിക്കിൾ 308 മുതൽ 323 വരെ യൂണിയന്റെയും സംസ്ഥാനങ്ങളുടെയും കീഴിലുള്ള പൊതുസേവനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു. ഇതിൽ അഖിലേന്ത്യാ സർവീസുകൾ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകൾ എന്നിവ ഉൾപ്പെടുന്നു. ട്രൈബ്യൂണലുകൾക്കായുള്ള വ്യവസ്ഥകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് കാണപ്പെടുന്നത്? ഭാഗം XIVA ആർട്ടിക്കിൾ 323A മുതൽ 323B വരെ. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം XIVA ആർട്ടിക്കിൾ 323A 323B ട്രൈബ്യൂണലുകളെക്കുറിച്ചുള്ള വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നു. ഇത് 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെയാണ് കൂട്ടിച്ചേർത്തത്. ഭരണപരമായ തർക്കങ്ങൾ വേഗത്തിൽ തീർപ്പാക്കാൻ ലക്ഷ്യമിടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് തിരഞ്ഞെടുപ്പുകൾക്കായുള്ള വ്യവസ്ഥകൾ അടങ്ങിയിരിക്കുന്നത്? ഭാഗം 15 ആർട്ടിക്കിൾ 324 മുതൽ 329A വരെ. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 15 ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ തിരഞ്ഞെടുപ്പുകളെക്കുറിച്ചുള്ള വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നു. ആർട്ടിക്കിൾ 324 തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണത്തെയും ചുമതലകളെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 18ന്റെ വിഷയം എന്താണ്? അടിയന്തരാവസ്ഥാ വ്യവസ്ഥകൾ ആർട്ടിക്കിൾ 352 മുതൽ 360 വരെ. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 18 ആർട്ടിക്കിൾ 352 മുതൽ 360 വരെ അടിയന്തരാവസ്ഥാ വ്യവസ്ഥകളെക്കുറിച്ചാണ്. ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 352, സംസ്ഥാന അടിയന്തരാവസ്ഥ, രാഷ്ട്രപതി ഭരണം ആർട്ടിക്കിൾ 356, സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 360 എന്നിങ്ങനെ 3 തരം അടിയന്തരാവസ്ഥകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതിക്കുള്ള നടപടിക്രമം ഏതു ഭാഗത്തിലും അനുച്ഛേദത്തിലുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഭാഗം 20 ആർട്ടിക്കിൾ 368. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 20 ആർട്ടിക്കിൾ 368 ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഭൂരിപക്ഷ വോട്ടോടെയും ചില സന്ദർഭങ്ങളിൽ സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടെയും ഭരണഘടന ഭേദഗതി ചെയ്യാം. താൽക്കാലികവും സംക്രമണപരവും പ്രത്യേകവുമായ വ്യവസ്ഥകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 21 ആർട്ടിക്കിൾ 369 മുതൽ 392 വരെ. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 21 ആർട്ടിക്കിൾ 369 മുതൽ 392 വരെ താൽക്കാലികവും സംക്രമണപരവും പ്രത്യേകവുമായ വ്യവസ്ഥകൾ കൈകാര്യം ചെയ്യുന്നു. ജമ്മു കാശ്മീർ ഇപ്പോൾ റദ്ദാക്കിയത് നാഗാലാൻഡ്, മിസോറാം തുടങ്ങിയ ചില സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി നൽകുന്ന വ്യവസ്ഥകൾ ഇതിൽ ഉൾപ്പെട്ടിരുന്നു. രാജ്യസഭയിലെ സീറ്റുകളുടെ വിഭജനത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു പട്ടികയാണ് പ്രതിപാദിക്കുന്നത്? 4-ാം പട്ടിക. ഇന്ത്യൻ ഭരണഘടനയുടെ 4-ാം പട്ടിക രാജ്യസഭയിലെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമുള്ള സീറ്റുകളുടെ വിഭജനവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഓരോ സംസ്ഥാനത്തുനിന്നും എത്ര പ്രതിനിധികൾ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടണമെന്ന് നിർവചിക്കുന്നു.
പട്ടികജാതി പ്രദേശങ്ങളുടെയും പട്ടികവർഗക്കാരുടെയും ഭരണവും നിയന്ത്രണവും സംബന്ധിച്ച വ്യവസ്ഥകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു പട്ടികയിലാണ് അടങ്ങിയിരിക്കുന്നത്? അഞ്ചാം പട്ടിക. ഇന്ത്യൻ ഭരണഘടനയുടെ അഞ്ചാം പട്ടിക പട്ടികജാതി പ്രദേശങ്ങളുടെയും പട്ടികവർഗക്കാരുടെയും ഭരണത്തെയും നിയന്ത്രണത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. എന്നിരുന്നാലും അസം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ ആദിവാസി പ്രദേശങ്ങൾക്ക് ഇത് ബാധകമല്ല, അവ ആറാം പട്ടികയിലാണ് ഉൾപ്പെടുന്നത്. അസം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ ആദിവാസി പ്രദേശങ്ങളുടെ ഭരണത്തിനായി ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു പട്ടികയാണ് വ്യവസ്ഥ ചെയ്യുന്നത്? ആറാം പട്ടിക. ഇന്ത്യൻ ഭരണഘടനയുടെ ആറാം പട്ടിക അസം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നീ 4 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദിവാസി പ്രദേശങ്ങളുടെ ഭരണത്തിനായി പ്രത്യേക വ്യവസ്ഥകൾ നൽകുന്നു. ഈ പ്രദേശങ്ങളിൽ സ്വയംഭരണ ജില്ലാ കൗൺസിലുകൾ രൂപീകരിച്ച് നിയമനിർമ്മാണവും നീതിന്യായ അധികാരങ്ങളും അവർക്ക് നൽകിയിട്ടുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള നിയമനിർമ്മാണ അധികാരങ്ങളുടെ വിഭജനം യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ തരംതിരിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു പട്ടികയിലാണ് നൽകിയിരിക്കുന്നത്? ഏഴാം പട്ടിക. ഇന്ത്യൻ ഭരണഘടനയുടെ ഏഴാം പട്ടിക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള നിയമനിർമ്മാണ അധികാരങ്ങൾ വിഭജിക്കുന്നു. ഇത് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ 3 ലിസ്റ്റുകളായി തരംതിരിച്ചിരിക്കുന്നു. രാജ്യത്തിന്റെ ഫെഡറൽ ഘടനയെ ഇത് ശക്തിപ്പെടുത്തുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു പട്ടികയിലാണ് ഭരണഘടന അംഗീകരിച്ച ഔദ്യോഗിക ഭാഷകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്? എട്ടാം പട്ടിക. ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടിക ഭരണഘടന അംഗീകരിച്ച 22 ഔദ്യോഗിക ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇത് ഇന്ത്യയുടെ ഭാഷാ വൈവിധ്യത്തെയും അവയുടെ പ്രാധാന്യത്തെയും അംഗീകരിക്കുന്നു. പാർലമെന്റ് അംഗങ്ങൾക്കും സംസ്ഥാന നിയമസഭാ അംഗങ്ങൾക്കുമുള്ള കൂറുമാറ്റ നിരോധന വ്യവസ്ഥകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു പട്ടികയിലാണ് അടങ്ങിയിരിക്കുന്നത്? പത്താം പട്ടിക. ഇന്ത്യൻ ഭരണഘടനയുടെ 10ാം പട്ടികയാണ് കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 1985-ലെ 52ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത് ഭരണഘടനയിൽ ചേർത്തത്. രാഷ്ട്രീയപരമായ കൂറുമാറ്റങ്ങളെ തടയുകയും രാഷ്ട്രീയ സ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു പട്ടികയാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ഗ്രാമീണ തദ്ദേശ സ്വയംഭരണം കുറിച്ച് പ്രതിപാദിക്കുന്നത്? 11ാം പട്ടിക. ഇന്ത്യൻ ഭരണഘടനയുടെ 11ാം പട്ടിക പഞ്ചായത്ത് രാജ് സംവിധാനത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. 1992-ലെ 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത് കൂട്ടിച്ചേർത്തത്. ഗ്രാമീണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 29 വിഷയങ്ങളിൽ അധികാരം നൽകുന്നത് ഈ പട്ടികയാണ്. മുനിസിപ്പാലിറ്റികളുമായി നഗര തദ്ദേശ സ്വയംഭരണം ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു പട്ടികയിലാണ് കാണപ്പെടുന്നത്? 12ാം പട്ടിക. ഇന്ത്യൻ ഭരണഘടനയുടെ 12ാം പട്ടിക മുനിസിപ്പാലിറ്റികളുടെ അധികാരങ്ങളെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. 1992-ലെ 74ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത് കൂട്ടിച്ചേർത്തത്. നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 18 വിഷയങ്ങളിൽ അധികാരം നൽകുന്നത് ഈ പട്ടികയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായിരുന്നു. അദ്ദേഹം 1950 ജനുവരി 26 മുതൽ 1962 മെയ് 13 വരെ ഈ പദവിയിൽ തുടർന്നു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. നൽകിയിട്ടുള്ള പട്ടിക പ്രകാരം സ്ഥാനത്തിരിക്കെ അന്തരിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? സാക്കിർ ഹുസൈൻ. ഡോക്ടർ സാക്കിർ ഹുസൈൻ ഇന്ത്യയുടെ 3ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. 1967 മെയ് 13 രാഷ്ട്രപതിയായി സ്ഥാനമേറ്റ അദ്ദേഹം 1969 മെയ് 3 സ്ഥാനത്തിരിക്കെ അന്തരിച്ചു. സ്ഥാനത്തിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് സാക്കിർ ഹുസൈൻ. പട്ടിക പ്രകാരം സാക്കിർ ഹുസൈന്റെ മരണശേഷം ഉടൻ തന്നെ ഇന്ത്യയുടെ ആക്ടിംഗ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചത് ആരാണ്? വരാഹഗിരി വെങ്കടഗിരി വി. ഗിരി. ഡോക്ടർ സാക്കിർ ഹുസൈന്റെ മരണശേഷം അന്നത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന വി. ഗിരി ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലയേറ്റു. 1969 മെയ് 3 മുതൽ ജൂലൈ 20 വരെ അദ്ദേഹം ഈ പദവിയിൽ തുടർന്നു. പിന്നീട് അദ്ദേഹം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി രാജിവെച്ചു.
1969-ൽ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി വി ഗിരി രാജിവെച്ചതിനുശേഷം ഇന്ത്യയുടെ ആക്ടിംഗ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചത് ആരാണ്? മുഹമ്മദ് ഹിദായത്തുള്ള. വി ഗിരി രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രാജിവെച്ചപ്പോൾ അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിരുന്ന മുഹമ്മദ് ഹിദായത്തുള്ള ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലയേറ്റു. 1969 ജൂലൈ 20 മുതൽ ഓഗസ്റ്റ് 24 വരെ അദ്ദേഹം ഈ പദവി വഹിച്ചു. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും സ്ഥാനങ്ങൾ ഒരേ സമയം ഒഴിഞ്ഞുകിടന്ന അപൂർവ സാഹചര്യത്തിലായിരുന്നു ഈ നിയമനം. ഇസ്ലാമിക തത്വങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിൽ സൂഫി മതസംഘടനകളെ എങ്ങനെയാണ് തിരിച്ചിരുന്നത്? അവയെ ബാഷാറ ഇസ്ലാമിക തത്വങ്ങളുടെ വക്താക്കൾ എന്നും ബേഷാറ ഇസ്ലാമിക തത്വങ്ങളുമായി ബന്ധമില്ലാത്തവർ എന്നും തിരിച്ചിരുന്നു. ഇസ്ലാമിക ശരിയത്ത് നിയമങ്ങളെ അടിസ്ഥാനമാക്കി സൂഫി വിഭാഗങ്ങളെ ബാഷാറ എന്നും ബേഷാറ എന്നും തരംതിരിച്ചിരുന്നു. ബാഷാറ വിഭാഗക്കാർ ഇസ്ലാമിക നിയമങ്ങളെ കർശനമായി പാലിച്ചപ്പോൾ ബേഷാറ വിഭാഗക്കാർക്ക് ഔപചാരിക നിയമങ്ങളോടുള്ള പ്രതിബദ്ധത കുറവായിരുന്നു. അവർ കൂടുതൽ സ്വതന്ത്രമായ ആത്മീയ പാത പിന്തുടർന്നു. ഇന്ത്യയിൽ ആദ്യമായി എത്തിയതായി പരമ്പരാഗതമായി കണക്കാക്കപ്പെടുന്ന സൂഫി വിഭാഗം ഏതാണ്? ചിശ്തി വിഭാഗം. ഇന്ത്യയിൽ ആദ്യമായി എത്തിയതും ഏറ്റവും സ്വാധീനം ചെലുത്തിയതുമായ സൂഫി വിഭാഗം ചിശ്തി സിൽസിലയാണ്. ഖ്വാജ മൊയിനുദ്ദീൻ ചിശ്തിയാണ് ഇന്ത്യയിൽ ചിശ്തി വിഭാഗത്തിന് തുടക്കമിട്ടത്. അദ്ദേഹത്തിന്റെ ദർഗ അജ്മേറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചിശ്തി സൂഫി സിൽസിലയുടെ സ്ഥാപകരായി കണക്കാക്കപ്പെടുന്നത് ആരെല്ലാം? അബു ഇസ്ഹാഖ് ഷാമി, അബു അഹമ്മദ് അബ്ദാൽ എന്നിവരാണ്. 10ാം നൂറ്റാണ്ടിൽ പേർഷ്യയിലെ ചിശ്തിൽ നിന്ന് ഉത്ഭവിച്ച സൂഫിസത്തിലെ ഒരു പ്രമുഖ സിൽസിലയാണ് ചിശ്തി ക്രമം. അബു ഇസ്ഹാഖ് ഷാമിയും അബു അഹമ്മദ് അബ്ദാലുമാണ് ഇതിന്റെ ആദ്യകാല സ്ഥാപകരായി കണക്കാക്കപ്പെടുന്നത്. ഈ സിൽസില പിന്നീട് ഇന്ത്യയിൽ ഖ്വാജ മൊയിനുദ്ദീൻ ചിശ്തിയിലൂടെ പ്രചാരം നേടി. ഇന്ത്യയിൽ ചിശ്തി സിൽസിലയ്ക്ക് അടിത്തറ പാകിയത് ആരാണ്? ഖ്വാജ മൊയിനുദ്ദീൻ ചിശ്തി. 12ാം നൂറ്റാണ്ടിൽ ഖ്വാജ മൊയിനുദ്ദീൻ ചിശ്തിയാണ് ഇന്ത്യയിൽ ചിശ്തി സൂഫി സിൽസിലയ്ക്ക് അടിത്തറ പാകിയത്. അജ്മീറിലെ അദ്ദേഹത്തിന്റെ ദർഗ ഇന്നും ഇന്ത്യയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ്. സ്നേഹം, സഹിഷ്ണുത, ലാളിത്യം എന്നിവയിൽ അധിഷ്ഠിതമായ ചിശ്തി തത്വങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ചിശ്തി സിൽസിലയിലെ ഏത് സൂഫി സന്യാസിയാണ് ബാബ ഫരീദ് എന്നറിയപ്പെട്ടിരുന്നത്? ഷെയ്ഖ് ഫരീദുദ്ദീൻ ഗഞ്ച് ശകർ. ബാബ ഫരീദ് എന്നറിയപ്പെടുന്ന ഷെയ്ഖ് ഫരീദുദ്ദീൻ ഗഞ്ച് ശകർ ചിശ്തി സിൽസിലയിലെ പ്രമുഖനായ ഒരു സൂഫി സന്യാസിയായിരുന്നു. പഞ്ചാബിൽ ജനിച്ച അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങൾ സിഖ് മതഗ്രന്ഥമായ ആദി ഗ്രന്ഥത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലാളിത്യം, ഭക്തി, മാനവികത എന്നിവയിലൂന്നിയുള്ള അദ്ദേഹത്തിന്റെ ജീവിതം നിരവധി പേർക്ക് പ്രചോദനമായി. സിഖ് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമായ ആദി ഗ്രന്ഥത്തിൽ ആരുടെ രചനകളും ആശയങ്ങളുമാണ് സമാഹരിച്ചിരിക്കുന്നത്? ബാബ ഫരീദ്, ഷെയ്ഖ് ഫരീദുദ്ദീൻ ഗഞ്ച് ശകർ. സിഖ് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമായ ഗുരു ഗ്രന്ഥ് സാഹിബിന്റെ ആദി ഗ്രന്ഥ് പ്രധാന ഭാഗമാണ് ബാബ ഫരീദിന്റെ കവിതകളും വചനങ്ങളും. സൂഫി സന്യാസിയും സിഖ് ഗുരുക്കന്മാരുടെ സമകാലികനുമായിരുന്ന ബാബ ഫരീദിന്റെ രചനകൾ മതപരമായ ഐക്യത്തിനും സാഹോദര്യത്തിനും പ്രാധാന്യം നൽകുന്നു. ഇത് സൂഫിസവും സിഖ് മതവും തമ്മിലുള്ള സാംസ്കാരിക ബന്ധത്തെ എടുത്തുകാണിക്കുന്നു. സൂഫി സന്യാസി നിസാമുദ്ദീൻ ഔലിയയുടെ പ്രമുഖ ശിഷ്യന്മാരിൽ ചിലരെ പേരെടുത്തു പറയുക. ഷെയ്ഖ് സലീം ചിശ്തി, അമീർ ഖുസ്രു, ഹസ്സൻ ദെഹ്ലവി എന്നിവർ. നിസാമുദ്ദീൻ ഔലിയ ചിശ്തി സിൽസിലയിലെ ഏറ്റവും സ്വാധീനമുള്ള സൂഫി സന്യാസിമാരിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ അമീർ ഖുസ്രു ഒരു മഹാനായ കവിയും സംഗീതജ്ഞനുമായിരുന്നു. ഹസ്സൻ ദെഹ്ലവി പ്രമുഖ സൂഫി എഴുത്തുകാരനും. ഇവരെല്ലാം സൂഫി തത്വങ്ങളെയും ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെയും സമ്പന്നമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. ഉയർന്ന നിലവാരമുള്ള ഗസലുകൾ കാരണം ഇന്ത്യയുടെ സാദി എന്ന് അറിയപ്പെട്ടിരുന്നത് ആരാണ്? അമീർ ഹസ്സൻ എ ദെഹ്ലവി. അമീർ ഹസ്സൻ എ ദെഹ്ലവി നിസാമുദ്ദീൻ ഔലിയയുടെ പ്രമുഖ ശിഷ്യനും പ്രശസ്തനായ ഒരു കവിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഗസലുകളുടെ ഗുണനിലവാരം കാരണം പേർഷ്യൻ കവി സാദിയോട് അദ്ദേഹത്തെ ഉപമിച്ചു ഇന്ത്യയുടെ സാദി എന്ന് വിശേഷിപ്പിച്ചു. പേർഷ്യൻ സാഹിത്യത്തിനും സൂഫി കവിതകൾക്കും അദ്ദേഹം നൽകിയ സംഭാവനകൾ വിലപ്പെട്ടതാണ്. സുഹ്റാവർദി സൂഫി സിൽസില സ്ഥാപിച്ചത് ആരാണ്? അബു അൽ നജീബ് സുഹ്റാവർദി. അബു അൽ നജീബ് സുഹ്റാവർദി 12ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ഒരു പ്രധാന സൂഫി സിൽസിലയാണ് സുഹ്റാവർദി ഓർഡർ.
ഇറാഖിലെ ബാഗ്ദാദിലാണ് ഇത് ഉത്ഭവിച്ചത്. ചിഷ്തി സിൽസിലയെ അപേക്ഷിച്ച് സുഹ്റാവർദികൾ ഭരണാധികാരികളുമായി കൂടുതൽ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഇത് അവരുടെ സ്വാധീനത്തിന് ഒരു കാരണമായി. ഇന്ത്യയിൽ സുഹ്റാവർദി സിൽസില പ്രചരിപ്പിച്ച ചില പ്രമുഖരെ പേരെടുത്തു പറയുക. ജലാലുദ്ദീൻ തബ്രേസി, ബഹാഉദ്ദീൻ സക്കരിയ, ഹമീദുദ്ദീൻ നാഗോരി എന്നിവർ. ജലാലുദ്ദീൻ തബ്രേസി, ബഹാഉദ്ദീൻ സക്കരിയ, ഹമീദുദ്ദീൻ നാഗോരി തുടങ്ങിയവരാണ് ഇന്ത്യയിൽ സുഹ്റാവർദി സൂഫി സിൽസിലയുടെ പ്രചാരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചത്. പ്രത്യേകിച്ച് ബഹാഉദ്ദീൻ സക്കരിയ മുൾട്ടാനിൽ ഈ സിൽസിലയുടെ ആസ്ഥാനം സ്ഥാപിക്കുകയും വടക്കുപടിഞ്ഞാറൻ ഇന്ത്യയിൽ ഇതിന് വലിയ സ്വാധീനം നൽകുകയും ചെയ്തു. ഖാദിരി സൂഫി വിഭാഗത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? ബാഗ്ദാദിലെ ഷെയ്ഖ് മുഹിയുദ്ദീൻ ഖാദിർ ജീലാനി. ഖാദിരി സൂഫി സിൽസിലയുടെ സ്ഥാപകൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഷെയ്ഖ് മുഹിയുദ്ദീൻ ഖാദിർ ജീലാനി ആയിരുന്നു. 12ാം നൂറ്റാണ്ടിൽ ബാഗ്ദാദിൽ ആരംഭിച്ച ഈ സിൽസില ഇസ്ലാമിക ലോകത്ത്, പ്രത്യേകിച്ച് വടക്കേ ആഫ്രിക്കയിലും തെക്കേ ഏഷ്യയിലും വലിയ സ്വാധീനം ചെലുത്തി. ഈ വിഭാഗം കർശനമായ ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കുന്നതിൽ ഊന്നൽ നൽകി. ഇന്ത്യയിൽ ഖാദിരി സൂഫി സിൽസില സ്ഥാപിച്ചത് ആരാണ്? സയ്യിദ് മുഹമ്മദ് ജീലാനി, ഷാ നിയാമത് ഉല്ല എന്നിവർ. സയ്യിദ് മുഹമ്മദ് ജീലാനി, ഷാ നിയാമത് ഉല്ല തുടങ്ങിയ സൂഫി സന്യാസിമാരാണ് ഇന്ത്യയിൽ ഖാദിരി സൂഫി സിൽസില സ്ഥാപിക്കുന്നതിലും പ്രചരിപ്പിക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചത്. 15ാം നൂറ്റാണ്ടോടെ ഇത് ഇന്ത്യയിൽ എത്തിച്ചേർന്നു. പഞ്ചാബ്, സിന്ധ് മേഖലകളിൽ ഈ സിൽസിലയ്ക്ക് വലിയ അനുയായികളുണ്ടായിരുന്നു. ദാരാ ഷിക്കോയെപ്പോലുള്ള മുഗൾ രാജകുമാരന്മാരും ഈ വിഭാഗത്തോട് അനുഭാവം പുലർത്തിയിരുന്നു. ഖാദിരി ഓർഡറിലെ ഏറ്റവും പ്രശസ്തനായ സന്യാസി ആരായിരുന്നു? അദ്ദേഹത്തെ മിയാൻ മിർ എന്നും അറിയപ്പെട്ടിരുന്നു. ഷെയ്ഖ് മിർ മുഹമ്മദ്. ഷെയ്ഖ് മിർ മുഹമ്മദ്, മിയാൻ മിർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇദ്ദേഹം ഖാദിരി സൂഫി ധാരയിലെ പ്രമുഖനായ സന്യാസിയായിരുന്നു. ലാഹോറിലെ സ്വർണക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് ഇദ്ദേഹമാണ്. മുഗൾ ചക്രവർത്തി ഷാജഹാനുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ ഏത് പുത്രനാണ് ഖാദിരി സൂഫി ധാരയുടെ അനുയായി ആയിരുന്നത്? ദാരാ ഷിക്കോ. മുഗൾ രാജകുമാരനായ ദാരാ ഷിക്കോ ഒരു സൂഫി തത്വചിന്തകനും ഖാദിരി സൂഫി ധാരയുടെ അനുയായിയുമായിരുന്നു. അദ്ദേഹം സൂഫിസത്തെയും ഹിന്ദു തത്വചിന്തകളെയും കുറിച്ച് പഠിക്കുകയും നിരവധി കൃതികൾ രചിക്കുകയും ചെയ്തു. ഇത് ഇന്ത്യൻ സാംസ്കാരിക ചരിത്രത്തിലെ ഒരു പ്രധാന ഏടാണ്. നക്ഷബന്ദി സൂഫി ധാര സ്ഥാപിച്ചത് ആരാണ്? ഖ്വാജ ബഹാഉദ്ദീൻ നക്ഷബന്ദി. ഖ്വാജ ബഹാഉദ്ദീൻ നക്ഷബന്ദിയാണ് 14ാം നൂറ്റാണ്ടിൽ ബുഖാറയിൽ നക്ഷബന്ദി സൂഫി ധാര സ്ഥാപിച്ചത്. ഈ ധാര അതിന്റെ കർശനമായ നിയമങ്ങൾക്കും ശരീഅത്ത് നിയമങ്ങൾ പാലിക്കുന്നതിനും പേരുകേട്ടതാണ്. ഇന്ത്യയിൽ പിന്നീട് ഈ ധാരയ്ക്ക് വലിയ സ്വാധീനമുണ്ടായി. കാബൂളിൽ നിന്ന് ഡൽഹിയിലെത്തി നക്ഷബന്ദി ധാരയെ ഇന്ത്യയിൽ പ്രചരിപ്പിച്ച പ്രമുഖ നക്ഷബന്ദി സന്യാസി ആരാണ്? ഖ്വാജ ബാഗി ബില്ലാഹ്. 17ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഖ്വാജ ബാഗി ബില്ലാഹാണ് നക്ഷബന്ദി ധാരയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. ഡൽഹിയിൽ അദ്ദേഹം ഈ ധാരയുടെ കേന്ദ്രം സ്ഥാപിച്ചു. ഇത് ഇന്ത്യയിലെ സൂഫിസത്തിന് ഒരു പുതിയ ദിശാബോധം നൽകി. നക്ഷബന്ദി ധാരയിലെ പ്രശസ്തനായ ഒരു സന്യാസിയും ഖ്വാജ ബാഗി ബില്ലാഹിന്റെ ശിഷ്യനുമായിരുന്നത് ആരായിരുന്നു? ഷെയ്ഖ് അഹമ്മദ് സിർഹിന്ദി. ഷെയ്ഖ് അഹമ്മദ് സിർഹിന്ദി നക്ഷബന്ദി ധാരയിലെ ഒരു പ്രമുഖ സന്യാസിയും ഖ്വാജ ബാഗി ബില്ലാഹിന്റെ ശിഷ്യനുമായിരുന്നു. മുജാദിദ് അൽഫ ഇ സാനി, 2ാം സഹസ്രാബ്ദത്തിലെ പരിഷ്കർത്താവ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മുഗൾ ചക്രവർത്തി അക്ബറിന്റെ സമകാലികനായിരുന്ന പ്രമുഖ നക്ഷബന്ദി സന്യാസി ആരായിരുന്നു? ഷെയ്ഖ് അഹമ്മദ് സിർഹിന്ദി. ഷെയ്ഖ് അഹമ്മദ് സിർഹിന്ദി മുഗൾ ചക്രവർത്തി അക്ബറിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രമുഖ സൂഫി സന്യാസിയായിരുന്നു. അക്ബറിന്റെ മതപരമായ നയങ്ങളെ, പ്രത്യേകിച്ച് ദീൻ ഇലാഹിയെ അദ്ദേഹം ശക്തമായി എതിർത്തു. ചക്രവർത്തി അക്ബറിന്റെ ഉദാരമായ മതനയങ്ങളെ പ്രസിദ്ധമായി എതിർത്ത സൂഫി സന്യാസി ആരാണ്? ഷെയ്ഖ് അഹമ്മദ് സിർഹിന്ദി. ഷെയ്ഖ് അഹമ്മദ് സിർഹിന്ദി അക്ബറിന്റെ ദീൻ ഇലാഹി പോലുള്ള സമന്വയ മതനയങ്ങളെ വിമർശിക്കുകയും ഇസ്ലാമിന്റെ ശുദ്ധമായ രൂപം പുനഃസ്ഥാപിക്കാൻ വാദിക്കുകയും ചെയ്തു. മുസ്ലിങ്ങൾക്കിടയിൽ ഇസ്ലാമിക യാഥാസ്ഥിതികതയുടെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പ്രതിവിപ്ലവത്തിന് തുടക്കമിട്ടു. സംഗീതത്തെ ഒരു ആത്മീയ ആചാരമായി എതിർത്ത പ്രധാന സൂഫി ധാര ഏതാണ്? നക്ഷബന്ദി ധാര.
നക്ഷബന്ദി സൂഫി ധാര അവരുടെ കർശനമായ ശരീഅത്ത് നിയമങ്ങൾ പാലിക്കുന്നതിനും സംഗീതം, പോലുള്ള ആത്മീയ ആചാരങ്ങളെ എതിർത്തതിനും പേരുകേട്ടതാണ്. അവർ നിശബ്ദമായ ദിക്ർ, ദൈവനാമജപം ഇഷ്ടപ്പെട്ടു. 15-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഷട്ടാരി സൂഫി ധാര സ്ഥാപിച്ചത് ആരാണ്? ഷെയ്ഖ് അബ്ദുള്ള ഷട്ടാരി. ഷെയ്ഖ് അബ്ദുള്ള ഷട്ടാരി 15-ാം നൂറ്റാണ്ടിൽ ഷട്ടാരി സൂഫി ധാര ഇന്ത്യയിൽ സ്ഥാപിച്ചു. ഈ ധാര അതിന്റെ വ്യത്യസ്ത രീതികൾക്കും വേഗതയേറിയ ആത്മീയ പുരോഗതിക്കും പേരുകേട്ടതാണ്. ഇന്ത്യയിൽ ഷട്ടാരി സൂഫി ധാരയുടെ പ്രധാന കേന്ദ്രങ്ങളായിരുന്ന പ്രദേശങ്ങൾ ഏവ? ബംഗാൾ, ജാൻപൂർ, മാൾവ. ഷട്ടാരി സൂഫി ധാരയുടെ പ്രധാന കേന്ദ്രങ്ങൾ ഇന്ത്യയിലെ ബംഗാൾ, ജാൻപൂർ, മാൾവ തുടങ്ങിയ പ്രദേശങ്ങളായിരുന്നു. ഈ പ്രദേശങ്ങളിൽ ധാരയ്ക്ക് വലിയ സ്വാധീനമുണ്ടാവുകയും നിരവധി ശിഷ്യന്മാരെ ആകർഷിക്കുകയും ചെയ്തു. ഷതാരി സരണിയിലെ ഏത് പ്രമുഖ സന്യാസിയാണ് ശ്രീകൃഷ്ണനെ ഒരു ഔലിയ, മുസ്ലിം പുണ്യപുരുഷൻ ആയി അംഗീകരിച്ചുകൊണ്ട് സമന്വയ വിശ്വാസങ്ങൾ പ്രകടിപ്പിച്ചത്? ഷാ മുഹമ്മദ് ഗൗസ്. ഷാ മുഹമ്മദ് ഗൗസ് 16-ാം നൂറ്റാണ്ടിലെ പ്രമുഖ സൂഫി സന്യാസിയും ഷതാരി സരണിയുടെ പ്രധാന പ്രചാരകനുമായിരുന്നു. ഹിന്ദുമതത്തിലെയും ഇസ്ലാമിലെയും ആത്മീയ ആശയങ്ങളെ അദ്ദേഹം സമന്വയിപ്പിക്കാൻ ശ്രമിച്ചു. കൃഷ്ണനെ ഒരു ഔലിയയായി അംഗീകരിച്ചത് അദ്ദേഹത്തിന്റെ ഈ സമന്വയ ചിന്താഗതിക്ക് ഉദാഹരണമാണ്. ഇത് മതസഹിഷ്ണുതയുടെ ഒരു പ്രധാന അടയാളമായി കണക്കാക്കപ്പെടുന്നു. യാഥാസ്ഥിതിക നിലപാടുകൾക്ക് പേരുകേട്ട ഏത് പ്രധാന സൂഫി സരണിയാണ് മറ്റ് സൂഫി വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രാണായാമം, യോഗാഭ്യാസങ്ങൾ എന്നിവ പൊതുവെ അംഗീകരിക്കാതിരുന്നത്? നക്ഷബന്ദി. നക്ഷബന്ദി സൂഫി സരണി ഇന്ത്യയിൽ ബാബർ ചക്രവർത്തിയുടെ കാലത്താണ് പ്രചാരത്തിലായത്. ഇവർ ഇസ്ലാമിക നിയമങ്ങൾക്കും ശരീഅത്തിനും കർശനമായ പ്രാധാന്യം നൽകി. മറ്റ് സൂഫി വിഭാഗങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന പ്രാണായാമം, യോഗ തുടങ്ങിയ ഹിന്ദു ആചാരങ്ങളുമായുള്ള സമന്വയം ഇവർ പൊതുവെ ഒഴിവാക്കി. അവരുടെ യാഥാസ്ഥിതിക സമീപനം ഇത് എടുത്തു കാണിക്കുന്നു. ഫിർദൌസി സൂഫി സരണി സ്ഥാപിച്ചത് ആരാണ്? ബദറുദ്ദീൻ. ഫിർദൌസി സൂഫി സരണി ഇന്ത്യയിൽ പ്രചാരം നേടിയ ചിശ്തി സരണിയുടെ ഒരു ശാഖയാണ്. ശൈഖ് ബദറുദ്ദീൻ സമർഗന്ദി ഈ സരണിയുടെ സ്ഥാപകനായി അറിയപ്പെടുന്നു. പ്രധാനമായും ബീഹാറിലാണ് ഈ സരണിക്ക് സ്വാധീനമുണ്ടായിരുന്നത്. കുതുബുൽ അഖ്താബ് എന്ന സ്ഥാനപ്പേരിലറിയപ്പെട്ടിരുന്ന സൂഫി സന്യാസി ആരായിരുന്നു? ഖ്വാജ കുതുബുദ്ദീൻ ബക്തിയാർ കാക്കി. ഖ്വാജ കുതുബുദ്ദീൻ ബക്തിയാർ കാക്കി പ്രമുഖ ചിശ്തി സൂഫി സന്യാസിയായിരുന്നു. ഖ്വാജ മൊയിനുദ്ദീൻ ചിശ്തിയുടെ ശിഷ്യനായിരുന്ന ഇദ്ദേഹം ഡൽഹിയിൽ ചിശ്തി സരണി പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഡൽഹിയിലെ കുതുബ് മിനാർ ഇദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് പണിതതെന്ന് വിശ്വസിക്കപ്പെടുന്നു. സുൽത്താൻ താരിഖീൻ എന്ന സ്ഥാനപ്പേര് ഏത് സൂഫി സന്യാസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷെയ്ഖ് ഹമീദുദ്ദീൻ നാഗോരി. ഷെയ്ഖ് ഹമീദുദ്ദീൻ നാഗോരി ഖ്വാജ മൊയിനുദ്ദീൻ ചിശ്തിയുടെ ശിഷ്യനായിരുന്നു. കർഷകനായി ലളിത ജീവിതം നയിക്കുകയും ലൗകിക സുഖങ്ങൾ ത്യജിക്കുകയും ചെയ്തതിനാൽ ഇദ്ദേഹത്തിന് സുൽത്താൻ താരിഖീൻ, പരിത്യാഗികളുടെ സുൽത്താൻ എന്ന സ്ഥാനപ്പേര് ലഭിച്ചു. രാജസ്ഥാനിലെ നാഗോറാണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രം. മെഹ്ബൂബ് ഇലാഹി, സുൽത്താൻ ഉൽ ഔലിയ എന്നീ സ്ഥാനപ്പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സൂഫി സന്യാസി ആരായിരുന്നു? ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ. ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ചിശ്തി സരണിയുടെ ഏറ്റവും പ്രമുഖരായ സന്യാസിമാരിൽ ഒരാളായിരുന്നു. ഡൽഹി അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന കേന്ദ്രമായിരുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവൻ, മെഹ്ബൂബ് ഇലാഹി, പുണ്യവാന്മാരുടെ സുൽത്താൻ, സുൽത്താൻ ഉൽ ഔലിയ എന്നീ സ്ഥാനപ്പേരുകൾ അദ്ദേഹത്തിന്റെ ആത്മീയ ഔന്നത്യത്തെയും സ്വാധീനത്തെയും സൂചിപ്പിക്കുന്നു. ഐനായി ഹിന്ദ് എന്ന സ്ഥാനപ്പേര് ലഭിച്ച സൂഫി സന്യാസി ആരാണ്? ഷെയ്ഖ് സിറാജുദ്ദീൻ ഉസ്മാനി. ഷെയ്ഖ് സിറാജുദ്ദീൻ ഉസ്മാനി ചിശ്തി സരണിയുടെ പ്രധാനപ്പെട്ട സന്യാസിയായിരുന്നു. നിസാമുദ്ദീൻ ഔലിയയുടെ ശിഷ്യനും പിൻഗാമിയുമായിരുന്നു. ഇന്ത്യയുടെ കണ്ണാടി എന്ന് അർത്ഥം വരുന്ന ഐനായി ഹിന്ദ് എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിന്റെ വിശാലമായ അറിവിനെയും ദാർശനിക ശേഷിയെയും സൂചിപ്പിക്കുന്നു. ബംഗാളിൽ ചിശ്തി സരണിയെ പ്രചരിപ്പിക്കുന്നതിൽ ഇദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ചിരാഗ് ഇ ഡൽഹി എന്ന പേരിൽ പ്രശസ്തനായ സൂഫി സന്യാസി ആരായിരുന്നു? നസീറുദ്ദീൻ ചിരാഗ് ദെഹ്ലവി. നസീറുദ്ദീൻ ചിരാഗ് ദെഹ്ലവി ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയയുടെ പ്രധാന ശിഷ്യനും പിൻഗാമിയുമായിരുന്നു. ഡൽഹിയുടെ വിളക്ക് എന്ന് അർത്ഥം വരുന്ന ചിരാഗ് ഇ ഡൽഹി എന്ന സ്ഥാനപ്പേര് ഡൽഹിയിൽ ചിശ്തി സരണിയുടെ പ്രകാശം നിലനിർത്തുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്കിനെ സൂചിപ്പിക്കുന്നു.
ലൗകിക ജീവിതം വെടിഞ്ഞ് ആത്മീയതയിൽ മുഴുകിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. ഷെയ്ഖ് ഉൽ ഹിന്ദ് എന്ന സ്ഥാനപ്പേര് ഏത് സൂഫി സന്യാസിക്ക് ലഭിച്ചു? ഷെയ്ഖ് സലീം ചിശ്തി. ഷെയ്ഖ് സലീം ചിശ്തി മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ സമകാലികനും അദ്ദേഹത്തിന്റെ ആത്മീയ ഉപദേഷ്ടാക്കളിൽ ഒരാളുമായിരുന്നു. ഫത്തേപൂർ സിക്രിയിലെ സലീം ചിശ്തിയുടെ ദർഗ പ്രശസ്തമാണ്. ഇന്ത്യയുടെ ഷെയ്ഖ് എന്ന് അർത്ഥം വരുന്ന ഷെയ്ഖ് ഉൽ ഹിന്ദ് എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിന്റെ സ്വാധീനത്തെയും ആദരവിനെയും സൂചിപ്പിക്കുന്നു. പീരനി പീർ, മെഹബൂബ് ഇ സുബ്ഹാനി എന്നീ സ്ഥാനപ്പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സൂഫി സന്യാസി ആരായിരുന്നു? അബ്ദുൽ ഖാദിർ ജീലാനി. അബ്ദുൽ ഖാദിർ ജീലാനി ഖാദിരിയ സൂഫി സരണിയുടെ സ്ഥാപകനായിരുന്നു. ലോകമെമ്പാടുമുള്ള സൂഫികൾക്കിടയിൽ അദ്ദേഹം വളരെയധികം ആദരിക്കപ്പെടുന്നു. ഗുരുക്കന്മാരുടെ ഗുരു, പീരനി പീർ, ദൈവത്തിന്റെ പ്രിയപ്പെട്ടവൻ, മെഹബൂബ് ഇ സുബ്ഹാനി എന്നീ സ്ഥാനപ്പേരുകൾ അദ്ദേഹത്തിന്റെ ഉയർന്ന ആത്മീയ പദവിക്ക് സാക്ഷ്യം വഹിക്കുന്നു. ഏത് നക്ഷബന്ദി സന്യാസിയാണ് മുജദ്ദിദ് അൽഫ്സാനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്? ഷെയ്ഖ് അഹമ്മദ് സിർഹിന്ദി. ഷെയ്ഖ് അഹമ്മദ് സിർഹിന്ദി ഒരു പ്രമുഖ നക്ഷബന്ദി സൂഫി സന്യാസിയായിരുന്നു. അക്ബറിന്റെ ഭരണകാലത്ത് ഇസ്ലാമിക തത്വങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചു. അതിനാലാണ് രണ്ടാം സഹസ്രാബ്ദത്തിലെ നവീകർത്താവ് എന്ന് അർത്ഥം വരുന്ന മുജദ്ദിദ് അൽഫ്സാനി എന്ന സ്ഥാനപ്പേര് ലഭിച്ചത്. ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ്? ഏതു വർഷം? 1526-ൽ ബാബറാണ് ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത്. സഹിറുദ്ദീൻ മുഹമ്മദ് ബാബർ 1526-ലെ ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ച് ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറ പാകി. ഈ വിജയം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു നിർണായക വഴിതിരിവായിരുന്നു. മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ സഹിറുദ്ദീൻ മുഹമ്മദ് ബാബർ എവിടെ, എപ്പോൾ ജനിച്ചു? ബാബർ 1483 ഫെബ്രുവരി 14 ഫെർഗാനയിൽ ജനിച്ചു. ബാബർ മധ്യേഷ്യയിലെ ഫെർഗാന താഴ്വരയിൽ ഉമർ ഷെയ്ഖ് മിർസയുടെയും കുത്ലുഗ് നിഗാർ ഖാനത്തിന്റെയും മകനായി ജനിച്ചു. ഈ ജനനം പിന്നീട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഒരു വലിയ സാമ്രാജ്യത്തിന് തുടക്കമിട്ടു. പിതൃമാതൃവശത്തുനിന്ന് ഏത് രണ്ട് പ്രമുഖ മധ്യേഷ്യൻ ആക്രമണകാരികളുടെ പിൻഗാമിയായിരുന്നു ബാബർ? ബാബർ പിതൃവശത്തുനിന്ന് തിമൂറിന്റെ 5ാമത്തെയും മാതൃവശത്തുനിന്ന് ചെങ്കിസ് ഖാന്റെ 14ാമത്തെയും പിൻഗാമിയായിരുന്നു. ബാബറിന്റെ വംശാവലി അദ്ദേഹത്തിന് സൈനിക ശേഷിയും ഭരണപരമായ ഉൾക്കാഴ്ചയും പകർന്നു നൽകിയിരുന്നു. തിമൂറിഡിന്റെയും മംഗോളിയൻ സാമ്രാജ്യങ്ങളുടെയും പാരമ്പര്യം അദ്ദേഹത്തിന്റെ ഭരണത്തെയും യുദ്ധതന്ത്രങ്ങളെയും സ്വാധീനിച്ചു. ബാബർ എപ്പോഴാണ് കാബൂൾ പിടിച്ചടക്കുകയും പാദ്ഷാ എന്ന സ്ഥാനപ്പേര് സ്വീകരിക്കുകയും ചെയ്തത്? ബാബർ 1504-ൽ കാബൂൾ പിടിച്ചടക്കുകയും 1507-ൽ പാദ്ഷാ എന്ന സ്ഥാനപ്പേര് സ്വീകരിക്കുകയും ചെയ്തു. കാബൂൾ പിടിച്ചടക്കിയത് ബാബറിന് ഒരു സുസ്ഥിരമായ അടിത്തറ നൽകി. അവിടെ നിന്നാണ് അദ്ദേഹം ഇന്ത്യയിലേക്കുള്ള തന്റെ പടയോട്ടങ്ങൾക്ക് പദ്ധതിയിട്ടത്. പാദ്ഷാ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചത് അദ്ദേഹത്തിന്റെ പരമാധികാരത്തെയും രാജകീയ അവകാശങ്ങളെയും ഊന്നിപ്പറയുന്നു. ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ 1526 ബാബർ ഉപയോഗിച്ച നൂതന യുദ്ധതന്ത്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ബാബർ ആദ്യമായി തുഗ്ലാമ യുദ്ധതന്ത്രവും പീരങ്കിപ്പടയെ ശക്തിപ്പെടുത്താൻ ഉസ്മാനി തന്ത്രവും ഉപയോഗിച്ചു. തുഗ്ലാമ തന്ത്രം ശത്രുവിനെ വളയാനും ഉസ്മാനി തന്ത്രം പീരങ്കികൾക്കിടയിൽ കവചമൊരുക്കാനും സഹായിച്ചു. ഈ നൂതന യുദ്ധതന്ത്രങ്ങൾ ബാബറിന് ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ നിർണായക വിജയം നേടിക്കൊടുത്തു. ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബറിനെതിരെ പോരാടിയത് ആരായിരുന്നു വിജയി? ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിലാണ് യുദ്ധം നടന്നത്. ബാബർ വിജയിയായി. 1526-ൽ നടന്ന ഈ യുദ്ധം ഡൽഹി സുൽത്താനേറ്റിന്റെ അന്ത്യത്തിനും മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപനത്തിനും വഴിയൊരുക്കി. ബാബറിന്റെ സൈനിക വൈദഗ്ധ്യവും പീരങ്കിപ്പടയുടെ ഉപയോഗവുമാണ് ഈ വിജയത്തിന് പ്രധാന കാരണമായത്. കാൻവ യുദ്ധം 1527 ആരെല്ലാമിടയിലായിരുന്നു? ആരായിരുന്നു വിജയി? കാൻവ യുദ്ധം റാണ സംഗയും ബാബറും തമ്മിലായിരുന്നു. ബാബറായിരുന്നു വിജയി. 1527-ൽ നടന്ന കാൻവ യുദ്ധം ഇന്ത്യയിലെ മുഗൾ സാമ്രാജ്യത്തിന്റെ നിലനിൽപ്പിന് നിർണായകമായിരുന്നു. ഈ യുദ്ധത്തിൽ വിജയിച്ചതിലൂടെ ബാബർ ഇന്ത്യയിൽ തന്റെ അധികാരം കൂടുതൽ ഉറപ്പിച്ചു. ചന്ദേരി യുദ്ധത്തിൽ 1528 ബാബർ ആരെയാണ് പരാജയപ്പെടുത്തിയത്? ചന്ദേരി യുദ്ധത്തിൽ ബാബർ മേദിനി റായിയെ പരാജയപ്പെടുത്തി.
1528-ൽ നടന്ന ചന്ദേരി യുദ്ധം ബാബറിന്റെ തുടർച്ചയായ വിജയങ്ങളിൽ ഒന്നായിരുന്നു. ഇത് രജപുത്ര ശക്തികളെ ദുർബലപ്പെടുത്തുകയും മധ്യ ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ പീഇടി മുറുക്കുകയും ചെയ്തു. ഗാഗ്ര യുദ്ധത്തിൽ 1529 ബാബർ ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഗാഗ്ര യുദ്ധത്തിൽ ബാബർ അഫ്ഗാനികളെ പരാജയപ്പെടുത്തി. 1529-ൽ നടന്ന ഗാഗ്ര യുദ്ധം ബാബറിന്റെ അവസാനത്തെ പ്രധാന സൈനിക വിജയമായിരുന്നു. ഇത് അഫ്ഗാൻ ഭീഷണിയെ ഫലപ്രദമായി ഇല്ലാതാക്കുകയും ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. കാൻവ യുദ്ധത്തിലെ വിജയത്തിനുശേഷം ബാബർ മുസ്ലിങ്ങൾക്ക് മേൽ ഏത് നികുതിയാണ് നിർത്തലാക്കിയത്? ടാങ്ക എന്ന നികുതി. കാൻവ യുദ്ധത്തിനുശേഷം ബാബർ ജിഹാദ് പ്രഖ്യാപിക്കുകയും വിജയിക്കുകയും ചെയ്തു. ഈ വിജയത്തെ തുടർന്ന് മുസ്ലിങ്ങൾക്കുമേൽ ചുമത്തിയിരുന്ന ടാങ്ക എന്ന നികുതി അദ്ദേഹം നിർത്തലാക്കി. ഇത് അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങളിലെ ഒരു പ്രധാന തീരുമാനമായിരുന്നു. കാൻവ യുദ്ധത്തിലെ വിജയത്തിനുശേഷം ബാബർ സ്വീകരിച്ച സ്ഥാനപ്പേര് എന്തായിരുന്നു? ഗാസി. കാൻവ യുദ്ധത്തിലെ വിജയത്തിനുശേഷം ബാബർ ഗാസി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചു. മതപരമായ യുദ്ധത്തിലെ വിജയങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പദവിയാണിത്. ഈ യുദ്ധം അദ്ദേഹത്തിന്റെ ഇന്ത്യൻ വിജയങ്ങളിൽ നിർണായകമായിരുന്നു. ഏത് പ്രധാന യുദ്ധസമയത്താണ് ബാബർ ജിഹാദ് പ്രഖ്യാപിച്ചത്? കാൻവ യുദ്ധം. മേവാറിലെ റാണ സംഗ്രാമസിംഗുമായി നടന്ന കാൻവ യുദ്ധസമയത്താണ് ബാബർ ജിഹാദ് പ്രഖ്യാപിച്ചത്. ഇത് സൈന്യത്തിന്റെ മനോവീര്യം വർദ്ധിപ്പിക്കാനും മതപരമായ ഒരു ദൗത്യമായി യുദ്ധത്തെ ചിത്രീകരിക്കാനും ലക്ഷ്യമിട്ടായിരുന്നു. 1527-ൽ നടന്ന ഈ യുദ്ധം ബാബറിന്റെ ഇന്ത്യാ വിജയങ്ങളിൽ നിർണായകമായിരുന്നു. തന്റെ ആത്മകഥയായ ബാബർ നാമയിൽ ബാബർ പരാമർശിച്ച പ്രധാനപ്പെട്ട 2 ഹിന്ദു രാജ്യങ്ങൾ ഏതെല്ലാം? വിജയനഗരവും മേവാറും. ബാബറിന്റെ ആത്മകഥയായ തുസുഖ്-ഇ-ബാബുരി അഥവാ ബാബർ നാമ-യിൽ അദ്ദേഹം ഇന്ത്യയിലെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ സാമ്രാജ്യത്വ ശക്തികളായിരുന്ന വിജയനഗരത്തെയും തെക്കേ ഇന്ത്യ മേവാറിനെയും വടക്കേ ഇന്ത്യ അദ്ദേഹം പ്രധാനപ്പെട്ട ഹിന്ദു രാജ്യങ്ങളായി പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. തുസുഖ്-ഇ-ബാബുരി എന്ന തന്റെ ആത്മകഥ ബാബർ ഏതു ഭാഷയിലാണ് എഴുതിയത്? തുർക്കി ഭാഷയിൽ. ചാഗതായ തുർക്കിഷ്. മുഗൾ സാമ്രാജ്യ സ്ഥാപകനായ ബാബർ തന്റെ ആത്മകഥയായ തുസുഖ്-ഇ-ബാബുരി ചാഗതായ തുർക്കിഷ് ഭാഷയിലാണ് എഴുതിയത്. പിൽക്കാലത്ത് ഈ കൃതി ബാബർ നാമ എന്ന പേരിൽ പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഇത് മധ്യകാലഘട്ടത്തിലെ ഒരു പ്രധാന ചരിത്രരേഖയാണ്. ബാബറിന്റെ ആത്മകഥയായ തുസുഖ്-ഇ-ബാബുരി പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തതാര്? അബ്ദുൽ റഹീം ഖാൻ ഇ ഖാനൻ. ബാബറിന്റെ ആത്മകഥയായ തുസുഖ്-ഇ-ബാബുരി ചാഗതായ തുർക്കിഷ് ഭാഷയിൽ എഴുതിയത് അബ്ദുൽ റഹീം ഖാൻ ഇ ഖാനൻ പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. ബാബർ നാമ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അക്ബറിന്റെ കൊട്ടാരത്തിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്ന അദ്ദേഹം ഒരു കവിയും പണ്ഡിതനുമായിരുന്നു. ബാബറിന്റെ ഔദാര്യം കാരണം അദ്ദേഹത്തിന് ലഭിച്ച സ്ഥാനപ്പേര് എന്തായിരുന്നു? കലന്തർ. ബാബർ തന്റെ ഔദാര്യത്തിന് പേരുകേട്ട ഭരണാധികാരിയായിരുന്നു. കാബൂളിലെയും മറ്റു പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് അദ്ദേഹം ധാരാളം സമ്മാനങ്ങളും പണവും വിതരണം ചെയ്തിരുന്നു. ഈ സൽസ്വഭാവം കാരണം അദ്ദേഹത്തിന് കലന്തർ എന്ന സ്ഥാനപ്പേര് ലഭിച്ചു. ബാബറിനെ ആദ്യം എവിടെയാണ് അടക്കം ചെയ്തത്? പിന്നീട് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ശരീരം എവിടെയാണ് പുനരടക്കം ചെയ്തത്? ബാബറിനെ ആദ്യം ആഗ്രയിലെ ആരാംബാഗിൽ അടക്കം ചെയ്തു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ശരീരം കാബൂളിൽ പുനരടക്കം ചെയ്തു. ബാബറിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തെ ആദ്യം അടക്കം ചെയ്ത ആഗ്രയിലെ ആരാംബാഗിൽ നിന്ന് മൃതദേഹം പിന്നീട് കാബൂളിലേക്ക് മാറ്റി. കാബൂളിലെ ബാബർ ഗാർഡൻസി-ൽ ബാഗ്-ഇ-ബാബർ ആണ് അദ്ദേഹത്തെ അന്തിമമായി അടക്കം ചെയ്തത്. ഇത് അദ്ദേഹത്തിന്റെ ജന്മനാടുകളോടുള്ള സ്നേഹം വിളിച്ചോതുന്നു. ബാബർ ഏത് പ്രശസ്ത നക്ഷബന്ദി സൂഫി സന്യാസിയുടെ അനുയായിയായിരുന്നു? ഖ്വാജ ഉബൈദുള്ള അഹ്റാർ. ബാബർ മധ്യേഷ്യയിലെ അറിയപ്പെടുന്ന നക്ഷബന്ദി സൂഫി സന്യാസിയായിരുന്ന ഖ്വാജ ഉബൈദുള്ള അഹ്റാറിന്റെ അനുയായിയായിരുന്നു. സൂഫിസത്തിന്റെ സ്വാധീനം ബാബറിന്റെ വ്യക്തിജീവിതത്തിലും ഭരണത്തിലും പ്രകടമായിരുന്നു. ഇത് മധ്യകാലഘട്ടത്തിലെ മതപരമായ ബന്ധങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ബാബറിന് ശേഷം മുഗൾ ചക്രവർത്തിയായതാര്? നസിറുദ്ദീൻ മുഹമ്മദ് ഹുമയൂൺ.
മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ബാബറിന് ശേഷം അദ്ദേഹത്തിന്റെ മൂത്തമകൻ നസിറുദ്ദീൻ മുഹമ്മദ് ഹുമയൂൺ അധികാരമേറ്റു. 1530-ൽ ബാബറിന്റെ മരണശേഷം ഹുമയൂൺ ചക്രവർത്തിയായി. അദ്ദേഹത്തിന്റെ ഭരണകാലം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. ഷേർഷാ സൂരിയുടെ ഉയർച്ച ഒരു പ്രധാന ഘടകമായിരുന്നു. ദിൻബനാഹ് എന്ന പുതിയ നഗരം സ്ഥാപിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? ഹുമയൂൺ. ദിൻബനാഹ് വിശ്വാസത്തിന്റെ അഭയം എന്ന നഗരം സ്ഥാപിച്ചത് മുഗൾ ചക്രവർത്തിയായ ഹുമയൂണാണ്. 1533-ൽ ഡൽഹിയിലാണ് ഇത് സ്ഥാപിച്ചത്. സാഹിത്യത്തിനും സംസ്കാരത്തിനും ഊന്നൽ നൽകി നിർമ്മിച്ച ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു ഇത്. 1539-ൽ ഷേർഖാൻ ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതാണ്? അതിനുശേഷം അദ്ദേഹം സ്വീകരിച്ച പദവി എന്തായിരുന്നു? 1539-ൽ ചൗസ യുദ്ധത്തിൽ ഷേർഖാൻ ഹുമയൂണിനെ പരാജയപ്പെടുത്തി. അതിനുശേഷം അദ്ദേഹം ഷേർഷാ എന്ന പദവി സ്വീകരിച്ചു. 1539-ൽ നടന്ന ചൗസ യുദ്ധത്തിൽ ഷേർഖാൻ ഹുമയൂണിനെ പരാജയപ്പെടുത്തി. ഈ വിജയത്തിനുശേഷം ഷേർഖാൻ ഷേർഷാ എന്ന സ്ഥാനപ്പേര് സ്വീകരിക്കുകയും സൂരി സാമ്രാജ്യത്തിന് അടിത്തറയിടുകയും ചെയ്തു. മുഗൾ സാമ്രാജ്യത്തിന്റെ തകർച്ചയുടെ ഒരു പ്രധാന കാരണമായിരുന്നു ഈ യുദ്ധം. 1540-ൽ ഹുമയൂണിന്റെ പരാജയത്തിനും പ്രവാസത്തിനും കാരണമാവുകയും ഷേർഖാൻ ആഗ്രയും ഡൽഹിയും പിടിച്ചടക്കാൻ വഴിയൊരുക്കുകയും ചെയ്ത യുദ്ധം ഏതാണ്? ബിൽഗ്രാം യുദ്ധം, കനൌജി യുദ്ധം എന്നും അറിയപ്പെടുന്നു. 1540-ൽ നടന്ന ബിൽഗ്രാം യുദ്ധത്തിൽ കനൌജി യുദ്ധം എന്നും അറിയപ്പെടുന്നു. ഷേർഖാൻ ഹുമയൂണിനെ പൂർണ്ണമായി പരാജയപ്പെടുത്തി. ഈ യുദ്ധം ഹുമയൂണിനെ ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതനാക്കുകയും സൂരി സാമ്രാജ്യത്തിന് 5 വർഷത്തെ ഭരണം ഉറപ്പാക്കുകയും ചെയ്തു. ബിൽഗ്രാം യുദ്ധത്തിലെ പരാജയത്തിനുശേഷം ഹുമയൂൺ എത്ര വർഷം പ്രവാസത്തിൽ കഴിഞ്ഞു? എവിടെയാണ് അദ്ദേഹം അഭയം തേടിയത്? ഹുമയൂൺ 15 വർഷം 1540 മുതൽ 1555 വരെ പ്രവാസത്തിൽ കഴിഞ്ഞു. ആദ്യം സിന്ധിലും പിന്നീട് ഇറാനിലും അഭയം തേടി. ബിൽഗ്രാം യുദ്ധത്തിലെ തോൽവിയോടെ ഹുമയൂൺ 1540 മുതൽ 1555 വരെ 15 വർഷം പ്രവാസത്തിൽ കഴിഞ്ഞു. ഈ കാലയളവിൽ അദ്ദേഹം സിന്ധിലും പിന്നീട് പേർഷ്യയിലെ സഫാവിദ് രാജവംശത്തിന്റെ സഹായത്തോടെ ഇറാനിലും അഭയം തേടി. ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടമായിരുന്നു. ഹുമയൂൺ തന്റെ പ്രവാസകാലത്ത് ആരെയാണ് വിവാഹം ചെയ്തത്? അക്ബറിന്റെ മാതാവ് ആരായിരുന്നു? ഹുമയൂൺ മിർ അലി അക്ബർ ജാമിയുടെ മകളായ ഹമീദ ബാനു ബീഗത്തെ വിവാഹം ചെയ്തു. അവൾ അക്ബറിന്റെ മാതാവായിരുന്നു. പ്രവാസത്തിലിരിക്കെ ഹുമയൂൺ മിർ അലി അക്ബർ ജാമിയുടെ മകളായ ഹമീദ ബാനു ബീഗത്തെ വിവാഹം ചെയ്തു. അവർ മുഗൾ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ ചക്രവർത്തിയായ അക്ബറിന്റെ മാതാവാണ്. 1555-ൽ സിക്കന്ദർ ഷാ സൂരിയെ ഹുമയൂൺ പരാജയപ്പെടുത്തുകയും മുഗൾ സിംഹാസനം തിരികെ നേടുകയും ചെയ്ത യുദ്ധം ഏതാണ്? സിർഹിന്ദ് യുദ്ധം. 1555-ൽ നടന്ന സിർഹിന്ദ് യുദ്ധത്തിൽ ഹുമയൂൺ സിക്കന്ദർ ഷാ സൂരിയെ പരാജയപ്പെടുത്തി. ഈ യുദ്ധം മുഗൾ സാമ്രാജ്യം ഇന്ത്യയിൽ പുനഃസ്ഥാപിക്കപ്പെടുന്നതിന് കാരണമാവുകയും ഹുമയൂൺ വീണ്ടും ചക്രവർത്തിയാവുകയും ചെയ്തു. ഹുമയൂൺ നാമ എന്ന ചരിത്രഗ്രന്ഥം രചിച്ചത് ആരാണ്? ഹുമയൂണിന്റെ സഹോദരി ഗുൽബദൻ ബീഗം. ഹുമയൂൺ നാമ എന്നത് മുഗൾ ചക്രവർത്തി ഹുമയൂണിന്റെ ജീവചരിത്രമാണ്. ഇത് രചിച്ചത് അദ്ദേഹത്തിന്റെ സഹോദരി ഗുൽബദൻ ബീഗമാണ്. മുഗൾ കൊട്ടാരത്തിലെ സ്ത്രീകളുടെ കാഴ്ചപ്പാടിൽ നിന്നുള്ള ചരിത്രരചനയുടെ ഒരു പ്രധാന ഉദാഹരണമാണിത്. ജ്യോതിഷത്തിൽ വിശ്വാസമുണ്ടായിരുന്നതിനാൽ ആഴ്ചയിലെ ഓരോ ദിവസവും വ്യത്യസ്ത നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ഹുമയൂൺ. മുഗൾ ചക്രവർത്തിയായ ഹുമയൂൺ ജ്യോതിഷത്തിൽ അഗാധമായി വിശ്വസിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി അദ്ദേഹം ആഴ്ചയിലെ ഓരോ ദിവസവും ഓരോ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിലെ ഒരു സവിശേഷതയായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1556-ൽ ചക്രവർത്തി ഹുമയൂൺ എങ്ങനെയാണ് മരണപ്പെട്ടത്? ദിൻബനാഹ് കൊട്ടാരത്തിലെ ലൈബ്രറിയുടെ പടികളിൽ നിന്ന് വീണാണ് ഹുമയൂൺ മരണപ്പെട്ടത്. 1556-ൽ ഡൽഹിയിലെ ദിൻബനാഹ് കൊട്ടാരത്തിലെ ഷേർമണ്ഡൽ എന്ന ലൈബ്രറിയുടെ പടികളിൽ നിന്ന് വീണാണ് ഹുമയൂൺ മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പ്രവാസജീവിതത്തിനു ശേഷം അധികകാലം ഭരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്താണ് ഒരു നക്ഷത്രസമൂഹം? നക്ഷത്രസമൂഹം എന്നത് ചിത്രരൂപത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന നക്ഷത്രങ്ങളുടെ കൂട്ടമാണ്. ഇത് പുരാതന ജ്യോതിശാസ്ത്രജ്ഞർ പരമ്പരാഗതമായി നിരീക്ഷിച്ചിരുന്നു.
ഒരു നക്ഷത്രസമൂഹം എന്നത് ഒരു പ്രത്യേക രൂപത്തിൽ കാണപ്പെടുന്ന നക്ഷത്രങ്ങളുടെ കൂട്ടമാണ്. ഇതിന് പുരാതന നാഗരികതകൾ പുരാണങ്ങളുമായും ഐതിഹ്യങ്ങളുമായും ബന്ധപ്പെടുത്തി പേരുകൾ നൽകിയിട്ടുണ്ട്. ജ്യോതിശാസ്ത്രജ്ഞർ ആകാശത്തിലെ സ്ഥാനങ്ങൾ അടയാളപ്പെടുത്താൻ ഇവയെ ഉപയോഗിക്കുന്നു. അറ്റഗാമ ലാർജ് മില്ലിമീറ്റർ അറേ ആൽമ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അറ്റഗാമ ലാർജ് മില്ലിമീറ്റർ അറേ ആൽമ വടക്കൻ ചിലിയിലെ അറ്റഗാമ മരുഭൂമിയിലെ ചാജ്നാൻഡോറിൽ ഏകദേശം 5000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആൽമ എന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ റേഡിയോ ടെലിസ്കോപ്പുകളിൽ ഒന്നാണ്. ചിലിയിലെ അറ്റഗാമ മരുഭൂമിയിലെ ഉയർന്ന പ്രദേശം, വരണ്ട കാലാവസ്ഥ, കുറഞ്ഞ അന്തരീക്ഷ ഈർപ്പം എന്നിവ ജ്യോതിശാസ്ത്ര നിരീക്ഷണങ്ങൾക്ക് അനുയോജ്യമാണ്. ഇത് പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചും നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും രൂപീകരണത്തെക്കുറിച്ചും പഠിക്കാൻ സഹായിക്കുന്നു. ഗാലക്സികളെ അവയുടെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരിച്ചത് ആരാണ്? അവ ഏതെല്ലാം വർഗീകരണങ്ങളായിരുന്നു? അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനായ എഡ്വിൻ ഹബിൾ ഗാലക്സികളെ അവയുടെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ ദീർഘവൃത്താകാരം, എലിപ്റ്റിക്കൽ, സർപ്പിളാകൃതി, സ്പൈറൽ, ബാർഡ് സർപ്പിളാകൃതി, ബാർഡ് സ്പൈറൽ എന്നിങ്ങനെ വർഗീകരിച്ചു. എഡ്വിൻ ഹബിളിന്റെ ഗാലക്സി വർഗീകരണം ഹബിൾ സീക്വൻസ് അല്ലെങ്കിൽ ഹബിൾ ട്യൂണിംഗ് ഫോർക്ക് എന്നറിയപ്പെടുന്നു. ഇത് ഗാലക്സികളുടെ ഘടനയും പരിണാമവും മനസ്സിലാക്കാൻ ജ്യോതിശാസ്ത്രജ്ഞരെ സഹായിക്കുന്ന ഒരു പ്രധാന അടിസ്ഥാനമാണ്. പ്രപഞ്ചം വികസിക്കുകയാണെന്ന് കണ്ടെത്തിയതും ഹബിളാണ്. എന്താണ് ഒരു ന്യൂട്രോൺ താരം? ഒരു സൂപ്പർനോവ സ്ഫോടനത്തിനുശേഷം ഒരു വലിയ നക്ഷത്രത്തിന്റെ ക്യാമ്പിന്റെ അതിസാന്ദ്രമായ അവശേഷിപ്പാണ് ന്യൂട്രോൺ താരം. ഇത് പ്രധാനമായും ന്യൂട്രോണുകളാൽ നിർമ്മിതമാണ്. ഇതിന് അതിയായ സാന്ദ്രതയുണ്ട്. ഒരു നക്ഷത്രം അതിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലെത്തി ഇന്ധനം തീരുമ്പോൾ അതിന്റെ കാമ്പ് സ്വന്തം ഗുരുത്വാകർഷണത്താൽ ചുരുങ്ങി ന്യൂട്രോൺ താരമായി മാറുന്നു. ഇതിന് സൂര്യന്റെ ഏകദേശം 1.5 ഇരട്ടിയോളം പിണ്ഡമുണ്ടെങ്കിലും വലുപ്പം ഒരു നഗരത്തോളം മാത്രമായിരിക്കും. അതിശക്തമായ കാന്തികക്ഷേത്രവും വളരെ ഉയർന്ന സാന്ദ്രതയും ഇവയുടെ പ്രത്യേകതകളാണ്. എന്താണ് ഒരു പൾസാർ? അതിശക്തമായ കാന്തികതയുള്ളതും അതിവേഗം കറങ്ങുന്നതുമായ ഒരു ന്യൂട്രോൺ താരമാണ് പൾസാർ. ഇത് വിദ്യുൽകാന്തിക വികിരണങ്ങൾ, പ്രധാനമായും റേഡിയോ തരംഗങ്ങൾ, ബീമുകളായി പുറത്തുവിടുന്നു. ഈ ബീം ഭൂമിയിലൂടെ കടന്നുപോകുമ്പോൾ ഇടവിട്ടുള്ള സ്പന്ദനങ്ങളായി ഇവയെ കണ്ടെത്താനാകും. പൾസാറുകൾ യഥാർത്ഥത്തിൽ പ്രത്യേകതരം ന്യൂട്രോൺ താരങ്ങളാണ്. അവയുടെ കറക്കം ഒരു ലൈറ്റ് ഹൌസിന്റേതിന് സമാനമായി ബീമുകൾ ഇടവിട്ട് ഭൂമിയിലേക്ക് എത്താൻ കാരണമാകുന്നു. 1967 ജോസലിൻ ബെൽ ബർണലാണ് ആദ്യമായി പൾസാറുകളെ കണ്ടെത്തിയത്. ഇത് ജ്യോതിശാസ്ത്രത്തിൽ ഒരു വലിയ വഴിത്തിരിവായി. എന്താണ് ഒരു ചുവന്ന കുള്ളൻ റെഡ് ഡ്വാർഫ്? ചുവന്ന കുള്ളൻ എന്നത് ചെറുതും തണുത്തതും പിണ്ഡം കുറഞ്ഞതുമായ ഒരു നക്ഷത്രമാണ്. ഇതിന് താരതമ്യേന കുറഞ്ഞ ഉപരിതല താപനിലയുള്ളതിനാൽ മങ്ങിയ പ്രകാശമേ പുറത്തുവിടുന്നുള്ളൂ. നമ്മുടെ ഗാലക്സിയിൽ ഏറ്റവും സാധാരണമായ നക്ഷത്രങ്ങളിൽ ഒന്നാണ് ചുവന്ന കുള്ളൻ. ഇവയുടെ ചെറിയ പിണ്ഡം കാരണം അവയുടെ ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രക്രിയ വളരെ സാവധാനത്തിൽ നടക്കുന്നു. അതിനാൽ അവ ട്രില്യൺ കണക്കിന് വർഷങ്ങളോളം നിലനിൽക്കാൻ സാധ്യതയുണ്ട്. ഇത് സൂര്യന്റെ ആയുസ്സിനേക്കാൾ വളരെ കൂടുതലാണ്. എന്താണ് ഒരു സൂപ്പർനോവ? ഒരു സൂപ്പർനോവ എന്നത് നക്ഷത്രത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ സ്ഫോടനമാണ്. ഇത് നക്ഷത്രത്തിന് പെട്ടെന്ന് വലിയ തിളക്കം വർദ്ധിപ്പിക്കുകയും അതിന്റെ പിണ്ഡത്തിന്റെ ഭൂരിഭാഗവും ബഹിരാകാശത്തേക്ക് പുറന്തള്ളുകയും ചെയ്യുന്നു. വലിയ നക്ഷത്രങ്ങളുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണ് സൂപ്പർനോവ സംഭവിക്കുന്നത്. ഈ സ്ഫോടനങ്ങൾ പ്രപഞ്ചത്തിൽ പുതിയ മൂലകങ്ങൾ സൃഷ്ടിക്കുന്നതിനും അവയെ ബഹിരാകാശത്ത് വിതരണം ചെയ്യുന്നതിനും നിർണായക പങ്ക് വഹിക്കുന്നു. ന്യൂട്രോൺ താരങ്ങളോ തമോഗർത്തങ്ങളോ രൂപപ്പെടുന്നതിനും സൂപ്പർനോവകൾ കാരണമാകാം. ജ്യോതിശാസ്ത്രപരമായ പശ്ചാത്തലത്തിൽ ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ചന്ദ്രന്മാർ എന്നാൽ എന്താണ്? ഉപഗ്രഹങ്ങൾ പലപ്പോഴും ചന്ദ്രന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അവ അതത് ഗ്രഹങ്ങളെ ചുറ്റി സഞ്ചരിക്കുന്ന ആകാശഗോളങ്ങളാണ്. ഭൂമിയുടെ ചന്ദ്രനെപ്പോലെ മറ്റ് ഗ്രഹങ്ങൾക്കും അവയുടെ സ്വാഭാവിക ഉപഗ്രഹങ്ങളുണ്ട്. ഇവ ഗ്രഹങ്ങളുടെ ഗുരുത്വാകർഷണ വലയത്തിൽ ഭ്രമണം ചെയ്യുകയും ഗ്രഹങ്ങളുടെ പരിസ്ഥിതിയിലും കാലാവസ്ഥയിലും സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു. കൃത്രിമ ഉപഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവ പ്രകൃതിദത്തമായ ആകാശവസ്തുക്കളാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏതാണ്? സൂര്യനാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം. സൂര്യൻ നമ്മുടെ സൗരയൂഥത്തിന്റെ കേന്ദ്രമാണ്. ഇത് ഭൂമിയിലെ ജീവൻ നിലനിർത്തുന്നതിന് ആവശ്യമായ ഊർജ്ജവും താപവും പ്രകാശവും നൽകുന്നു. സൂര്യൻ ഒരു മഞ്ഞ കുള്ളൻ നക്ഷത്രമാണ്, യെല്ലോ ഡ്വാർഫ് സ്റ്റാർ, കൂടാതെ നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ വസ്തുവും.
ഭൂമിയോട് ഏറ്റവും അടുത്ത രണ്ടാമത്തെ നക്ഷത്രം ഏതാണ്? പ്രോക്സിമസ് സെന്റോറിയാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത രണ്ടാമത്തെ നക്ഷത്രം. ഇത് ഏകദേശം 4.24 പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രോക്സിമസ് സെന്റോറി ആൽഫ സെന്റോറി നക്ഷത്രസമൂഹത്തിലെ ഒരു ചുവന്ന കുള്ളൻ നക്ഷത്രമാണ്. ഇത് ഭൂമിയിൽ നിന്ന് 4.24 പ്രകാശവർഷം അകലെയാണ്. സമീപകാലത്ത് ഇതിനെ ചുറ്റുന്ന ഗ്രഹങ്ങളെയും ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ജീവന്റെ സാധ്യതകൾക്ക് പുതിയ പ്രതീക്ഷ നൽകുന്നു. സൂര്യന്റെ തിളക്കമുള്ള ദൃശ്യപ്രതലത്തെ എന്താണ് വിളിക്കുന്നത്? സൂര്യന്റെ തിളക്കമുള്ള ദൃശ്യപ്രതലം ഫോട്ടോസ്ഫിയർ എന്നറിയപ്പെടുന്നു. ഫോട്ടോസ്ഫിയർ എന്നത് സൂര്യന്റെ ഏറ്റവും താഴെയുള്ള അന്തരീക്ഷ പാളിയാണ്. ഇവിടെ നിന്നാണ് പ്രകാശം പുറത്തേക്ക് പ്രസരിക്കുന്നത്. സൂര്യനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുമ്പോൾ നാം കാണുന്ന ഭാഗം ഫോട്ടോസ്ഫിയർ ആണ്. ഇതിന്റെ താപനില ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. സൂര്യന്റെ ഫോട്ടോസ്ഫിയറിന് തൊട്ടുമുകളിലുള്ള പാളിക്ക് എന്താണ് പേര്? സൂര്യന്റെ ഫോട്ടോസ്ഫിയറിന് തൊട്ടുമുകളിലുള്ള പാളി ക്രോമോസ്ഫിയർ എന്നറിയപ്പെടുന്നു. ക്രോമോസ്ഫിയർ എന്നത് സൂര്യന്റെ അന്തരീക്ഷത്തിലെ രണ്ടാമത്തെ പ്രധാന പാളിയാണ്. ഇത് ഫോട്ടോസ്ഫിയറിന് മുകളിലായി സ്ഥിതി ചെയ്യുന്നു. ഇത് സാധാരണയായി ചുവപ്പ് നിറത്തിലാണ് കാണപ്പെടുന്നത്. സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായി മറക്കുമ്പോൾ ഒരു ചുവന്ന വളയമായി ഇത് ദൃശ്യമാകാം. സൂര്യന്റെ ക്രോമോസ്ഫിയറിന് ഏകദേശം എത്ര കനമുണ്ട്? ക്രോമോസ്ഫിയറിന് ഏകദേശം 10,000 കിലോമീറ്റർ കനമുണ്ട്. ക്രോമോസ്ഫിയറിന്റെ ഏകദേശ കനം 10,000 കിലോമീറ്റർ ആണ്. ഇത് ഫോട്ടോസ്ഫിയറിനേക്കാൾ വളരെ കനം കുറഞ്ഞതും താപനില ഫോട്ടോസ്ഫിയറിനേക്കാൾ കൂടുതലുമുള്ള പാളിയാണ്. ഈ പാളിയിലെ താപനില ഏകദേശം 6000 ഡിഗ്രി സെൽഷ്യസ് മുതൽ 20,000 ഡിഗ്രി സെൽഷ്യസ് വരെ വ്യത്യാസപ്പെടുന്നു. സൂര്യന്റെ ഏറ്റവും പുറം പാളിക്ക് എന്താണ് പേര്? സൂര്യന്റെ ഏറ്റവും പുറം പാളി കൊറോണ എന്നറിയപ്പെടുന്നു. കൊറോണ എന്നത് സൂര്യന്റെ ഏറ്റവും പുറം പാളിയാണ്. ഇത് വളരെ നേർത്തതും ഉയർന്ന താപനിലയുള്ളതുമാണ്, 1 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസിനു മുകളിൽ. സൂര്യഗ്രഹണ സമയത്ത് മാത്രമാണ് ഇത് സാധാരണയായി കാണാൻ കഴിയുന്നത്. അല്ലാത്തപ്പോൾ സൂര്യന്റെ പ്രകാശത്താൽ ഇത് മറഞ്ഞിരിക്കും. സൂര്യന്റെ പുറം ഉപരിതലത്തിലെയും അതിന്റെ ഉള്ളിലെയും ഏകദേശ താപനില എത്രയാണ്? സൂര്യന്റെ പുറം ഉപരിതലത്തിലെ താപനില ഏകദേശം 6000 ഡിഗ്രി സെൽഷ്യസും അതിന്റെ ഉള്ളിലെ താപനില ഏകദേശം 1,50,00,000 ഡിഗ്രി സെൽഷ്യസുമാണ്. സൂര്യന്റെ താപനില അതിന്റെ വിവിധ പാളികളിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഫോട്ടോസ്ഫിയർ പോലുള്ള പുറം ഉപരിതലത്തിൽ ഏകദേശം 6000 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ സൂര്യന്റെ കേന്ദ്രത്തിൽ താപനില ഏകദേശം 15 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. ഈ ഉയർന്ന താപനിലയാണ് ഹൈഡ്രജൻ ഹീലിയമായി മാറുന്ന അണുസംയോജന പ്രവർത്തനങ്ങൾക്ക് ന്യൂക്ലിയർ ഫ്യൂഷൻ കാരണമാകുന്നത്. സൂര്യന്റെ ഏകദേശ ഭ്രമണ കാലയളവ് എത്രയാണ്? സൂര്യന്റെ മധ്യരേഖയിലെ ഭ്രമണ കാലയളവ് ഏകദേശം 25 ദിവസവും 9 മണിക്കൂറും 7 മിനിറ്റുമാണ്. സൂര്യൻ ഒരു കരവസ്തു അല്ലാത്തതുകൊണ്ട് അതിന്റെ ഭ്രമണ വേഗത വിവിധ അക്ഷാംശങ്ങളിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മധ്യരേഖയിൽ ഏകദേശം 25 ദിവസവും ധ്രുവങ്ങളിൽ ഏകദേശം 35 ദിവസവുമാണ് ഒരു പൂർണ്ണ ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം. ഈ വ്യത്യസ്ത ഭ്രമണമാണ് സൂര്യന്റെ ശക്തമായ കാന്തികക്ഷേത്രത്തിന്റെ ഒരു പ്രധാന കാരണം. ഡൽഹിയിലെ ഏത് മസ്ജിദാണ് ഷേർഷാ സൂരി നിർമ്മിച്ചത്? കിലായ് കുഹ്ന മസ്ജിദ്. ഡൽഹിയിലെ പുരാന കില കോട്ടയ്ക്കുള്ളിലാണ് കിലായ് കുഹ്ന മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഷേർഷാ സൂരിയുടെ കാലഘട്ടത്തിലെ വാസ്തുവിദ്യയുടെ ഒരു പ്രധാന ഉദാഹരണമാണ്. ഡൽഹിയിലെ ഏത് ചരിത്രപരമായ കോട്ടയിലാണ് ഷേർഷാ സൂരി കെട്ടിടങ്ങൾ നിർമ്മിച്ചത്? പുരാന കില. ഷേർഷാ സൂരി ഡൽഹിയിലെ പുരാന കില കോട്ടയിൽ നിരവധി നിർമ്മിതികൾ നടത്തി. ഹുമയൂൺ നിർമ്മിക്കാൻ ആരംഭിച്ച ഈ കോട്ടയുടെ ഭൂരിഭാഗം പണികളും പൂർത്തിയാക്കിയത് ഷേർഷാ സൂരിയാണ്. ഗജ്-ഇ സിക്കന്ദരി ഉൾപ്പെടെ ഷേർഷാ സൂരി ഏത് ഭൂമി അളക്കൽ സമ്പ്രദായമാണ് അവതരിപ്പിച്ചത്? 30.36 ഇഞ്ച് വരുന്ന ഗജ്-ഇ സിക്കന്ദരിയും ചണത്തണ്ടും ഭൂമി അളക്കാൻ അദ്ദേഹം ഉപയോഗിച്ചു. ഷേർഷാ സൂരി ഒരു ഏകീകൃത ഭൂമി അളക്കൽ സമ്പ്രദായം അവതരിപ്പിച്ചു. ഇതിനായി ഗജ്-ഇ സിക്കന്ദരി എന്ന 30.36 ഇഞ്ച് നീളമുള്ള അളവുകോൽ കൂടാതെ ചണത്തണ്ട് എന്നിവ ഉപയോഗിച്ചു. ഇത് ഭൂനികുതി വ്യവസ്ഥയെ കൂടുതൽ കൃത്യതയുള്ളതാക്കാൻ സഹായിച്ചു. ഷേർഷാ സൂരി അവതരിപ്പിച്ച ഭൂനികുതി സമ്പ്രദായങ്ങൾ ഏതൊക്കെയായിരുന്നു? കാബൂലിയത്ത്, പട്ടാ സമ്പ്രദായങ്ങൾ. ഷേർഷാ സൂരി കാബൂലിയത്ത്,
പട്ട എന്നീ ഭൂനികുതി സമ്പ്രദായങ്ങൾ നടപ്പിലാക്കി. കാബൂലിയത്ത് എന്നാൽ കർഷകർ നൽകേണ്ട നികുതിയുടെ അംഗീകാരപത്രവും പട്ട എന്നത് ഭൂമിയുടെ വിവരങ്ങളും നികുതിയും രേഖപ്പെടുത്തിയ ഉടമ്പടിയുമായിരുന്നു. ഈ സമ്പ്രദായങ്ങൾ കർഷകർക്ക് സ്ഥിരതയും വ്യക്തതയും നൽകി. ഷേർഷാ സൂരി ഏതൊക്കെതരം നാണയങ്ങളാണ് പുറത്തിറക്കിയത്? വെള്ളി, ചെമ്പ് നാണയങ്ങൾ. ഷേർഷാ സൂരി ഒരു പുതിയ നാണയ സമ്പ്രദായം അവതരിപ്പിച്ചു. ഒരു രൂപ എന്ന പേരിൽ വെള്ളി നാണയങ്ങളും 178 ഗ്രെയിൻ ഭാരം പൈസ എന്ന പേരിൽ ചെമ്പ് നാണയങ്ങളും അദ്ദേഹം പുറത്തിറക്കി. ഇത് സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയ സ്ഥിരത കൊണ്ടുവന്നു. ഷേർഷാ സൂരി പാട്നയായി പുനഃസ്ഥാപിച്ച പുരാതന നഗരം ഏതായിരുന്നു? പാടലിപുത്ര. പാടലിപുത്ര എന്ന പുരാതന നഗരം മഗധയുടെ തലസ്ഥാനമായിരുന്നു. ഷേർഷാ സൂരി അതിനെ ആധുനിക പാട്നയായി പുനഃസ്ഥാപിച്ചു. ഇത് മധ്യകാലഘട്ടത്തിലെ ഭരണപരമായ പരിഷ്കാരങ്ങളെയും നഗരവികസനത്തെയും എടുത്തുകാണിക്കുന്നു. ബംഗാളിലെ നുസ്രത്ത് ഷായെ പരാജയപ്പെടുത്തിയ ശേഷം ഷേർഷാ സൂരി സ്വീകരിച്ച സ്ഥാനപ്പേര് എന്തായിരുന്നു? ഹസ്രത്ത് യല. നുസ്രത്ത് ഷായെ പരാജയപ്പെടുത്തിയ ശേഷം ഷേർഷാ സൂരി ഹസ്രത്ത് യല എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചു. ഇത് അദ്ദേഹത്തിന്റെ സൈനിക വിജയത്തെയും പ്രാദേശിക അധികാരം സ്ഥാപിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു. ഈ വിജയം അദ്ദേഹത്തെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഒരു പ്രമുഖ ശക്തിയാക്കി മാറ്റി. ഒരു PET ബാച്ച്ക്ക് വേണ്ടി എനിക്ക് ഹിന്ദുസ്ഥാൻ രാജ്യം ഏതാണ്ട് നഷ്ടപ്പെട്ടു എന്ന് പ്രസ്താവിച്ചത് ആരാണ്? ഷേർഷാ സൂരി. മാൽദേവിനെതിരായ യുദ്ധത്തിലെ വിജയത്തിനു ശേഷം ഷേർഷാ സൂരിയാണ് ഈ പ്രസ്താവന നടത്തിയത്. രജപുത്രരുടെ ധീരമായ ചെറുത്തുനിൽപ്പിന്റെ പ്രാധാന്യം ഈ വാക്കുകൾ എടുത്തുകാണിക്കുന്നു. ഇത് ഷേർഷായുടെ സൈനിക തന്ത്രജ്ഞതയും എതിരാളികളെക്കുറിച്ചുള്ള മതിപ്പും വ്യക്തമാക്കുന്നു. ഷേർഷാ സൂരിക്ക് ശേഷം ഭരണാധികാരിയായത് ആരാണ്? ഇസ്ലാം ഷാ. ഷേർഷാ സൂരിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൻ ഇസ്ലാം ഷായാണ് സൂരി സാമ്രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്തത്. പിതാവിന്റെ ഭരണപരിഷ്കാരങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകാൻ ഇസ്ലാം ഷാ ശ്രമിച്ചു. വടക്കുപടിഞ്ഞാറൻ അതിർത്തി സംരക്ഷിക്കുന്നതിനായി ഇസ്ലാം ഷാ നിർമ്മിച്ചതും മങ്കോട്ട് കോട്ടകൾ എന്ന് അറിയപ്പെടുന്നതുമായ കോട്ടകൾ ഏതൊക്കെയാണ്? ഷേർഗഡ്, ഇസ്ലാംഗഡ്, റഷീദ്ഗഡ്, ഫിറൂസ്ഗഡ്, മങ്കോട്ട്. വടക്കുപടിഞ്ഞാറൻ അതിർത്തിയിലെ ഭീഷണികളെ പ്രതിരോധിക്കുന്നതിനായി ഇസ്ലാം ഷാ നിർമ്മിച്ച 5 കോട്ടകളാണ് ഷേർഗഡ്, ഇസ്ലാംഗഡ്, റഷീദ്ഗഡ്, ഫിറൂസ്ഗഡ്, മങ്കോട്ട് എന്നിവ. ഈ കോട്ടകൾ സംയുക്തമായി മങ്കോട്ട് കോട്ടകൾ എന്നറിയപ്പെട്ടു. ഇത് അദ്ദേഹത്തിന്റെ പ്രതിരോധ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു. ചക്രവർത്തി അക്ബർ എവിടെ എപ്പോൾ ജനിച്ചു? അമർകോട്ടിൽ 1542 ഒക്ടോബർ 15. മുഗൾ ചക്രവർത്തിയായ അക്ബർ 1542 ഒക്ടോബർ 15 സിന്ധിലെ അമർകോട്ടിലാണ് ജനിച്ചത്. പേർഷ്യയിലേക്ക് പലായനം ചെയ്യുമ്പോൾ ഹുമയൂണിന്റെ അഭയകേന്ദ്രമായിരുന്നു അമർകോട്ട്. അക്ബറുടെ ജനനം മുഗൾ സാമ്രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷമായിരുന്നു. ചക്രവർത്തി അക്ബറുടെ ബാല്യകാലത്തെ വിളിപ്പേര് എന്തായിരുന്നു? ജലാൽ. ചക്രവർത്തി അക്ബറിന്റെ ബാല്യകാലത്തെ വിളിപ്പേര് ജലാൽ എന്നായിരുന്നു. ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. അക്ബർ എവിടെ വെച്ചാണ് ചക്രവർത്തിയായി കിരീടധാരണം ചെയ്തത്? അന്ന് അദ്ദേഹത്തിന്റെ സംരക്ഷകൻ ആരായിരുന്നു? കലാനോറിൽ വെച്ച് അദ്ദേഹത്തിന്റെ സംരക്ഷകൻ ബൈറാം ഖാൻ. 1556 പിതാവ് ഹുമയൂണിന്റെ മരണശേഷം അക്ബർ പഞ്ചാബിലെ കലാനോറിൽ വെച്ച് ചക്രവർത്തിയായി കിരീടധാരണം ചെയ്തു. അന്ന് അദ്ദേഹത്തിന് 13 വയസ്സായിരുന്നു പ്രായം. അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ സംരക്ഷകൻ ബൈറാം ഖാനാണ് കിരീടധാരണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. സിംഹാസനാരോഹണം ചെയ്തപ്പോൾ അക്ബർ സ്വീകരിച്ച സ്ഥാനപ്പേര് എന്തായിരുന്നു? ഗാസി. ഡൽഹി സിംഹാസനാരോഹണം ചെയ്തപ്പോൾ അക്ബർ ഗാസി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചു. ഇത് അദ്ദേഹത്തിന്റെ മതപരമായ യുദ്ധവീര്യത്തെയും ഇസ്ലാമിക ഭരണാധികാരി എന്ന നിലയിലുള്ള പ്രതിബദ്ധതയെയും സൂചിപ്പിക്കുന്ന ഒന്നാണ്. ചക്രവർത്തി അക്ബറിന്റെ ഗുരു ആരായിരുന്നു? അബ്ദുൽ ലത്തീഫ്, ഒരു ഇറാനിയൻ പണ്ഡിതൻ. ഇറാനിയൻ പണ്ഡിതനായ അബ്ദുൽ ലത്തീഫ് ആയിരുന്നു ചക്രവർത്തി അക്ബറിന്റെ ഗുരു. അക്ബറിന്റെ വിദ്യാഭ്യാസത്തിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനം ചെലുത്താനായില്ലെങ്കിലും മതേതര കാഴ്ചപ്പാടുകൾ വളർത്തുന്നതിൽ ഗുരുവിന്റെ സ്വാധീനമുണ്ടായിരുന്നതായി കരുതപ്പെടുന്നു. അക്ബറിന്റെ രക്ഷാധികാരിയും റീജന്റായും ബൈറാം ഖാൻ എത്രകാലം സേവനമനുഷ്ഠിച്ചു? 1556 മുതൽ 1560 വരെ.
ബൈറാം ഖാൻ അക്ബറിന്റെ രക്ഷാധികാരിയും റീജന്റായും പ്രവർത്തിച്ചത് 1556 മുതൽ 1560 വരെയാണ്. ഹുമയൂണിന്റെ മരണശേഷം അക്ബർ സിംഹാസനാരോഹണം ചെയ്തപ്പോൾ പ്രായപൂർത്തിയാകാത്തതിനാൽ ബൈറാം ഖാൻ അദ്ദേഹത്തിന്റെ പ്രധാന സഹായിയും ഉപദേഷ്ടാവുമായിരുന്നു. പാനിപ്പത്ത് രണ്ടാം യുദ്ധത്തിൽ മുഗൾ സൈന്യത്തെ നയിച്ചതും അദ്ദേഹമാണ്. ബൈറാം ഖാൻ എവിടെ വെച്ച് എങ്ങനെ കൊല്ലപ്പെട്ടു? മെക്കയിലേക്കുള്ള തീർത്ഥാടനത്തിനിടെ ഗുജറാത്തിൽ വെച്ച് ഒരു അഫ്ഗാൻ. മെക്കയിലേക്കുള്ള തീർത്ഥാടനത്തിനിടെ 1561-ൽ ഗുജറാത്തിലെ പാടണിൽ വെച്ച് മുബാറക് ഖാൻ എന്ന അഫ്ഗാനിയാണ് ബൈറാം ഖാനെ കൊലപ്പെടുത്തിയത്. ഹേമുവിനെതിരെയുള്ള യുദ്ധത്തിൽ മുബാറക് ഖാന്റെ പിതാവിനെ ബൈറാം ഖാൻ കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാരമായിരുന്നു ഈ കൊലപാതകം. മുഗൾ സാമ്രാജ്യം വികസിപ്പിക്കുന്നതിനായി അക്ബർ തന്റെ ആദ്യ ആക്രമണം ആർക്കെതിരെയാണ് നടത്തിയത്? മാൾവയിലെ ഭരണാധികാരിയായ ബാസ് ബഹദൂറിനെതിരെ. മുഗൾ സാമ്രാജ്യം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി അക്ബർ 1561-ൽ മാൾവയിലെ ഭരണാധികാരിയായ ബാസ് ബഹദൂറിനെതിരെയാണ് തന്റെ ആദ്യ ആക്രമണം നടത്തിയത്. ആദം ഖാന്റെ നേതൃത്വത്തിലുള്ള മുഗൾ സൈന്യം മാൾവയെ കീഴടക്കി. ചാന്ദ് ബീബിയുടെ ശക്തമായ പ്രതിരോധമുണ്ടായിരുന്നിട്ടും 1600-ൽ മുഗൾ സൈന്യം ഏത് രാജ്യമാണ് കീഴടക്കിയത്? അഹമ്മദ് നഗർ. ദഖിനിലെ അഹമ്മദ് നഗർ സുൽത്താനത്തിനെതിരെ അക്ബർ 1595 മുതൽ ആക്രമണം ആരംഭിച്ചു. ബീജാപ്പൂരിലെയും ഗോൾക്കൊണ്ടയിലെയും ഭരണാധികാരികളുടെ പിന്തുണയോടെ ചാന്ദ് ബീബി ശക്തമായി പ്രതിരോധിച്ചെങ്കിലും 1600-ൽ മുഗൾ സൈന്യം അഹമ്മദ് നഗർ കീഴടക്കി. കാനി കാനാൻ എന്ന പദവി ആർക്കാണ് ലഭിച്ചത്? അബ്ദുൾ റഹീം. ബൈറാം ഖാന്റെ പുത്രനായ അബ്ദുൾ റഹീം ഖാൻ ഇ കാനാൻ എന്നറിയപ്പെടുന്നു. അക്ബറിന്റെ നവരത്നങ്ങളിൽ ഒരാളായിരുന്ന അദ്ദേഹം ഒരു കവിയും പണ്ഡിതനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഹിന്ദി ദോഹകൾ വളരെ പ്രസിദ്ധമാണ്. അക്ബർ അടിമത സമ്പ്രദായം നിർത്തലാക്കിയത് എന്ന്? 1562-ൽ. അക്ബർ തന്റെ ഭരണത്തിന്റെ ആദ്യകാലത്ത് നിരവധി സാമൂഹിക പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. 1562-ൽ അദ്ദേഹം അടിമത സമ്പ്രദായം നിർത്തലാക്കി. ഇത് അദ്ദേഹത്തിന്റെ മനുഷ്യത്വപരമായ കാഴ്ചപ്പാടിന്റെ ഒരു പ്രധാന തെളിവായിരുന്നു. അക്ബർ പർദ്ദ സമ്പ്രദായം നിർത്തലാക്കിയത് എന്ന്? 1562-ൽ. അക്ബർ 1562-ൽ പർദ്ദ സമ്പ്രദായം നിർത്തലാക്കിയതായി പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തുന്നു. ഇത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും സാമൂഹിക ഇടപെടലിനും പ്രാധാന്യം നൽകുന്ന ഒരു നടപടിയായിരുന്നു. അക്ബർ തീർത്ഥാടന നികുതി നിർത്തലാക്കിയത് എന്ന്? 1563-ൽ. അക്ബർ തന്റെ മതസഹിഷ്ണുതയുടെ ഭാഗമായി 1563-ൽ ഹിന്ദുക്കളിൽ നിന്ന് ഈടാക്കിയിരുന്ന തീർത്ഥാടന നികുതി നിർത്തലാക്കി. ഇത് അദ്ദേഹത്തിന്റെ മതനിരപേക്ഷ കാഴ്ചപ്പാടിന്റെ ഒരു പ്രധാന ചുവടുവെപ്പായിരുന്നു. അക്ബർ ജസിയ നികുതി നിർത്തലാക്കിയത് എന്ന്? 1564-ൽ. അക്ബറിന്റെ മതസഹിഷ്ണുതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിലൊന്നാണ് 1564-ൽ ഹിന്ദുക്കളിൽ നിന്ന് ഈടാക്കിയിരുന്ന ജസിയ നികുതി നിർത്തലാക്കിയത്. ഇത് മുഗൾ സാമ്രാജ്യത്തിലെ മതപരമായ വിവേചനങ്ങൾ കുറയ്ക്കാൻ സഹായിച്ചു. അക്ബർ ഫത്തേപൂർ സിക്രിയുടെ തറക്കല്ലിട്ടത് എന്ന്? 1571-ൽ. സൂഫി സന്യാസിയായ സലീം ചിസ്തിയോടുള്ള ബഹുമാനാർത്ഥം അക്ബർ തന്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയുടെ തറക്കല്ലിട്ടത് 1571-ലാണ്. പിന്നീട് ഇത് ഉപേക്ഷിക്കപ്പെടുകയും ആഗ്ര വീണ്ടും തലസ്ഥാനമാക്കുകയും ചെയ്തു. അക്ബർ എപ്പോഴാണ് തന്റെ തലസ്ഥാനം ആഗ്രയിൽ നിന്ന് ഫത്തേപൂർ സിക്രിയിലേക്ക് മാറ്റിയത്? 1571. മുഗൾ ചക്രവർത്തിയായ അക്ബർ 1571-ൽ തന്റെ തലസ്ഥാനം ആഗ്രയിൽ നിന്ന് ഫത്തേപൂർ സിക്രിയിലേക്ക് മാറ്റി. ഗുജറാത്ത് വിജയം അനുസ്മരിച്ച് ഇവിടെ ബുലന്ദ് ദർവാസായും മറ്റു പ്രധാന കെട്ടിടങ്ങളും നിർമ്മിക്കപ്പെട്ടു. പിന്നീട് ജലലഭ്യത കുറഞ്ഞതിനാൽ തലസ്ഥാനം വീണ്ടും ആഗ്രയിലേക്ക് മാറ്റി. അക്ബർ എപ്പോഴാണ് ഇബാദത്ഖാന ആരാധനാലയം സ്ഥാപിച്ചത്? 1575. മുഗൾ ചക്രവർത്തിയായ അക്ബർ 1575-ൽ ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്ഖാന സ്ഥാപിച്ചു. ഇവിടെ വിവിധ മതവിഭാഗങ്ങളിലെ പണ്ഡിതന്മാർ ഒത്തുചേർന്ന് മതപരമായ ചർച്ചകൾ നടത്തിയിരുന്നു. അക്ബറിന്റെ മതേതര കാഴ്ചപ്പാടിനും മതസഹിഷ്ണുതയ്ക്കും ഇത് ഉദാഹരണമാണ്. അക്ബർ എപ്പോഴാണ് മസ്ഹർ പ്രഖ്യാപനം പുറത്തിറക്കിയത്? 1579. 1579-ൽ അക്ബർ പുറത്തിറക്കിയ മസ്ഹർ പ്രഖ്യാപനം
മതപരമായ വിഷയങ്ങളിൽ തർക്കങ്ങളുണ്ടാകുമ്പോൾ അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം ചക്രവർത്തിക്ക് നൽകി. ഇത് ഉലമകളുടെ മതപരമായ അധികാരം കുറയ്ക്കാനും അക്ബറിന്റെ പരമാധികാരം ഉറപ്പിക്കാനും സഹായിച്ചു. അക്ബർ എപ്പോഴാണ് ദീൻ-ഇ ഇലാഹി സ്ഥാപിച്ചത്? 1582. മുഗൾ ചക്രവർത്തിയായ അക്ബർ 1582-ൽ ദീൻ-ഇ ഇലാഹി എന്ന പുതിയ ആശയത്തിന് രൂപം നൽകി. ഇത് ഒരു പ്രത്യേക മതം എന്നതിലുപരി എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ധാർമ്മിക വ്യവസ്ഥയായിരുന്നു. സുൽഹ്-ഇ-കുൽ, സാർവത്രിക സമാധാനം എന്ന തത്വത്തിലധിഷ്ഠിതമായിരുന്നു ഇത്. അക്ബറിന്റെ ഭരണകാലത്ത് ഇലാഹി കാലഘട്ടം എപ്പോഴാണ് ആരംഭിച്ചത്? 1583. അക്ബർ ചക്രവർത്തി 1583-ൽ ഇലാഹി കലണ്ടർ ആരംഭിച്ചു. ഇത് ഒരു സൗരവർഷ കലണ്ടറായിരുന്നു. ഇസ്ലാമിക കലണ്ടറിന് പകരമായി ഭരണപരമായ ആവശ്യങ്ങൾക്കായി ഇത് ഉപയോഗിച്ചു. അക്ബറിന്റെ മതപരമായ സഹിഷ്ണുതയുടെയും ഭരണപരിഷ്കാരങ്ങളുടെയും ഭാഗമായിരുന്നു ഇത്. രണ്ടാം പാനിപ്പത്ത് യുദ്ധം എപ്പോഴാണ്, ആരെല്ലാം തമ്മിലാണ് നടന്നത്? 1556 നവംബർ 5-ന് അക്ബറും ഹേമുവും തമ്മിൽ. രണ്ടാം പാനിപ്പത്ത് യുദ്ധം 1556 നവംബർ 5-ന് മുഗൾ സൈന്യവും അക്ബറിന്റെ പ്രതിനിധിയായി ബൈറാം ഖാൻ നയിച്ചു ഹേമുവിന്റെ ആദിൽ ഷാ സൂരിയുടെ സൈന്യവും തമ്മിൽ നടന്നു. ഈ യുദ്ധത്തിൽ ഹേമു പരാജയപ്പെടുകയും മുഗൾ സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ തങ്ങളുടെ അധികാരം ഉറപ്പിക്കാൻ ഇത് നിർണായകമാവുകയും ചെയ്തു. അക്ബറിന്റെ നവരത്നങ്ങളിൽ ഒരാളായ രാജാ ബീർബൽ എങ്ങനെയാണ് മരിച്ചത്? യൂസഫ്സായികളുടെ ആക്രമണത്തിൽ. അക്ബറിന്റെ നവരത്നങ്ങളിൽ പ്രമുഖനും വിശ്വസ്തനുമായിരുന്ന രാജാ ബീർബൽ 1586-ൽ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിലെ യൂസഫ്സായി ഗോത്രക്കാർക്കെതിരെ നടന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഈ സംഭവം അക്ബറിന് വലിയ മാനസികാഘാതമുണ്ടാക്കി. അക്ബർ ഫത്തേപൂർ സിക്രിയിൽ ബുലന്ദ് ദർവാസ നിർമ്മിച്ചത് എന്തുകൊണ്ടാണ്? തന്റെ ഗുജറാത്ത് വിജയം അനുസ്മരിക്കുന്നതിനായി. 1573-ൽ അക്ബർ ഗുജറാത്ത് പിടിച്ചടക്കിയതിന്റെ ഓർമ്മയ്ക്കായാണ് ഫത്തേപൂർ സിക്രിയിൽ ബുലന്ദ് ദർവാസ പണിതത്. 54 മീറ്റർ ഉയരമുള്ള ഈ ഭീമാകാരമായ കവാടം ലോകത്തിലെ ഏറ്റവും വലിയ കവാടങ്ങളിലൊന്നാണ്. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എത്ര സമയമെടുക്കും? സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ ഏകദേശം 8 മിനിറ്റും 16.6 സെക്കൻഡും എടുക്കും. പ്രകാശം ശൂന്യതയിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്നു. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ശരാശരി ദൂരം ഏകദേശം 150 ദശലക്ഷം കിലോമീറ്റർ ആയതുകൊണ്ടാണ് സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ ഇത്രയും സമയമെടുക്കുന്നത്. സൂര്യന്റെ പ്രധാന രാസഘടനകൾ എന്തൊക്കെയാണ്? സൂര്യൻ പ്രധാനമായും ഹൈഡ്രജൻ ഏകദേശം 71%, ഹീലിയം ഏകദേശം 26.5%, മറ്റു മൂലകങ്ങൾ ഏകദേശം 2.5% എന്നിവയാൽ നിർമ്മിതമാണ്. സൂര്യന്റെ പിണ്ഡത്തിന്റെ ഭൂരിഭാഗവും ഹൈഡ്രജൻ, ഹീലിയം എന്നീ വാതകങ്ങളാണ്. ഹൈഡ്രജൻ അണുക്കൾ സംയോജിച്ച് ഹീലിയം അണുക്കളായി മാറുന്ന അണുസംയോജന പ്രക്രിയയിലൂടെയാണ് സൂര്യൻ ഊർജ്ജം ഉത്പാദിപ്പിക്കുന്നത്. ഈ പ്രക്രിയയാണ് സൂര്യന്റെ പ്രകാശത്തിനും താപത്തിനും കാരണം. സൂര്യകളങ്കങ്ങൾ സൺസ്പോട്സ് എന്നാൽ എന്താണ്? സൂര്യകളങ്കങ്ങൾ എന്നത് സൂര്യന്റെ ഫോട്ടോസ്ഫിയറിൽ കാണുന്ന താത്കാലിക ഇരുണ്ട പാടുകളാണ്. ഇവ ചുറ്റുമുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് തണുത്തതും തീവ്രമായ കാന്തിക പ്രവർത്തനങ്ങൾ കാരണം ഉണ്ടാകുന്നതുമാണ്. സൂര്യകളങ്കങ്ങൾ സൂര്യന്റെ ഉപരിതലത്തിൽ താപനില കുറഞ്ഞ പ്രദേശങ്ങളാണ്, ഏകദേശം 3500 ഡിഗ്രി സെൽഷ്യസ്. ശക്തമായ കാന്തികക്ഷേത്രങ്ങൾ ചൂടുള്ള വാതകങ്ങളുടെ പ്രവാഹത്തെ തടയുന്നതുകൊണ്ടാണ് ഇവ രൂപപ്പെടുന്നത്. സൂര്യകളങ്കങ്ങളുടെ എണ്ണം ഏകദേശം 11 വർഷത്തെ ചക്രത്തിൽ വ്യത്യാസപ്പെടുന്നു. ഇത് ഭൂമിയിലെ കാലാവസ്ഥയെയും ബഹിരാകാശ കാലാവസ്ഥയെയും സ്വാധീനിക്കുന്നു. നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ എന്നാൽ എന്താണ്? ഗ്രഹങ്ങൾ എന്നത് സൂര്യനെ ചുറ്റി സഞ്ചരിക്കുകയും ഒരേ സമയം അവയുടെ സാങ്കൽപ്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ്. ഒരു ഗ്രഹം എന്നത് ഒരു നക്ഷത്രത്തെ സൂര്യൻ ചുറ്റിക്കറങ്ങുന്ന, സ്വന്തം ഗുരുത്വാകർഷണത്താൽ ഗോളാകൃതി പ്രാപിച്ച, അതിന്റെ ഭ്രമണപഥത്തിലെ മറ്റ് ചെറിയ വസ്തുക്കളെ നീക്കം ചെയ്ത ഒരു ആകാശഗോളമാണ്. നമ്മുടെ സൗരയൂഥത്തിൽ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിങ്ങനെ 8 ഗ്രഹങ്ങളാണുള്ളത്. അക്ബറിന്റെ ഭരണകാലത്തെ ആദ്യത്തെ കലാപം എപ്പോഴാണ്, ആരാണ് നടത്തിയത്? 1564-ൽ ഉസ്ബകുകൾ.
1564-ൽ ഉസ്ബക് പ്രഭുക്കന്മാരാണ് അക്ബറിനെതിരെ കലാപം നടത്തിയത്. അക്ബറിന്റെ കേന്ദ്രീകരണ നയങ്ങളിലും സൈനിക പരിഷ്കാരങ്ങളിലും അസംതൃപ്തരായവരായിരുന്നു ഇവർ. ഈ കലാപത്തെ അക്ബർ വിജയകരമായി അടിച്ചമർത്തി. 1576-ലെ ഹൽദിഘാട്ടി യുദ്ധത്തിൽ അക്ബറിന്റെ സേനാപതി ആരായിരുന്നു? മാൻ സിംഗ്. ആംബറിലെ രാജാവായ മാൻ സിംഗ് ഒന്നാമൻ, രാജ്പുത് രാജാവ്, ആയിരുന്നു 1576-ലെ ഹൽദിഘാട്ടി യുദ്ധത്തിൽ അക്ബറിന്റെ സേനാപതി. ഈ യുദ്ധത്തിൽ മേവാറിലെ റാണ പ്രതാപിനെയാണ് മുഗൾ സൈന്യം നേരിട്ടത്. അക്ബർ അമീർ ഉൽ ഉംറ എന്ന പദവി ആർക്കാണ് നൽകിയത്? ആമേറിലെ രാജാ ബർമലിന്റെ മകൻ ഭഗവാൻ ദാസിന്. അമീർ ഉൽ ഉംറ എന്ന പദവി മുഗൾ സാമ്രാജ്യത്തിലെ ഒരു പ്രധാന സൈനിക പദവിയും ബഹുമതിയുമായിരുന്നു. ആമേറിലെ രാജാ ബർമലിന്റെ മകനും രാജാ മാൻ സിംഗിന്റെ പിതാവുമായിരുന്ന ഭഗവാൻ ദാസ് അക്ബറിന്റെ വിശ്വസ്തനായ ഒരു സേനാധിപനായിരുന്നു. ഏത് സൈനിക നീക്കത്തിനിടെയാണ് അക്ബർ ആദ്യമായി കടൽ കാണുകയും പോർച്ചുഗീസുകാരെ കണ്ടുമുട്ടുകയും ചെയ്തത്? ഗുജറാത്ത് കീഴടക്കുന്ന സമയത്ത്. അക്ബറിന്റെ ഗുജറാത്ത് ആക്രമണകാലത്താണ് അദ്ദേഹം ആദ്യമായി അറബിക്കടൽ കാണുന്നത്. ഈ സമയത്ത് പോർച്ചുഗീസുകാരുമായി അദ്ദേഹം നേരിട്ട് ബന്ധപ്പെടുകയും അവരുടെ നാവികശക്തിയെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. ഇത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ യൂറോപ്യൻ സാന്നിധ്യത്തിന്റെ ഒരു സൂചനയായിരുന്നു. അക്ബർ ദീനി ഇലാഹി എന്ന മതം ആരംഭിച്ചത് എപ്പോഴാണ്? 1582-ൽ. അക്ബർ 1582-ൽ ആരംഭിച്ച ഒരു സമന്വയ മതരീതിയാണ് ദീൻ ഇലാഹി. ഇസ്ലാം, ഹിന്ദുമതം, സൊറോസട്രിയൻ, ക്രിസ്തുമതം, ജൈനമതം തുടങ്ങിയ വിവിധ മതങ്ങളിലെ നല്ല വശങ്ങൾ ഉൾക്കൊള്ളിച്ച് അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ഒരു ഏകദൈവ വിശ്വാസമാണിത്. അക്ബറിന്റെ മതപരമായ സഹിഷ്ണുതയുടെ ഉദാഹരണമായി ഇത് കണക്കാക്കപ്പെടുന്നു. ദീനി ഇലാഹിയുടെ മുഖ്യപുരോഹിതനും അക്ബർ നാമയുടെ രചയിതാവും ആരായിരുന്നു? അബുൽ ഫസൽ. അബുൽ ഫസൽ മുഗൾ ചക്രവർത്തി അക്ബറിന്റെ പ്രധാനമന്ത്രിയും പ്രമുഖ ചരിത്രകാരനുമായിരുന്നു. അദ്ദേഹം ദീനി ഇലാഹിയുടെ മുഖ്യപുരോഹിതനായി പ്രവർത്തിക്കുകയും അക്ബറിന്റെ ഭരണത്തെയും തത്വചിന്തയെയും വിശദീകരിക്കുന്ന അക്ബർ നാമ എന്ന ഗ്രന്ഥം രചിക്കുകയും ചെയ്തു. ഏത് ചരിത്രകാരനാണ് ദീനി ഇലാഹിയെ അക്ബറിന്റെ ബുദ്ധിയുടെയല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ മണ്ടത്തരത്തിന്റെ സ്മാരകം എന്ന് വിശേഷിപ്പിച്ചത്? വിൻസെന്റ് എ. സ്മിത്ത്. വിൻസെന്റ് എ. സ്മിത്ത് ഒരു പ്രമുഖ ഐറിഷ് ഇൻഡോളജിസ്റ്റും കലാചരിത്രകാരനുമായിരുന്നു. അദ്ദേഹം അക്ബറിന്റെ മതപരമായ പരീക്ഷണമായിരുന്ന ദീൻ ഇലാഹിയെ വിമർശനാത്മകമായി വിലയിരുത്തി. ദീൻ ഇലാഹിക്ക് വളരെ കുറഞ്ഞ അനുയായികളെ ഉണ്ടായിരുന്നുള്ളൂ എന്നതും അത് അക്ബറിന്റെ മരണശേഷം നിലനിന്നില്ല എന്നതും സ്മിത്തിന്റെ അഭിപ്രായത്തെ ന്യായീകരിക്കുന്നതായി ചിലർ കരുതുന്നു. അക്ബറിന്റെ കൊട്ടാരത്തിലെ ആസ്ഥാന കവിയും അബുൽ ഫസലിന്റെ മൂത്ത സഹോദരനും ആരായിരുന്നു? ഫൈസി. ഷെയ്ഖ് ഫൈസി അക്ബറിന്റെ കൊട്ടാരത്തിലെ പ്രധാന കവിയും അബുൽ ഫസലിന്റെ സഹോദരനുമായിരുന്നു. അറബി, പേർഷ്യൻ ഭാഷകളിൽ പ്രാവീണ്യം നേടിയ അദ്ദേഹം മുഗൾ കൊട്ടാരത്തിലെ നവരത്നങ്ങളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കവിതകളും പഠനങ്ങളും അക്ബറിന്റെ കാലഘട്ടത്തിലെ സാംസ്കാരിക സമ്പന്നതയ്ക്ക് വലിയ സംഭാവനകൾ നൽകി. ദീനി ഇലാഹി മതം സ്വീകരിച്ച ആദ്യത്തെയും അവസാനത്തെയും ഹിന്ദു ആരായിരുന്നു? ബീർബൽ. ദീനി ഇലാഹി എന്നത് മുഗൾ ചക്രവർത്തിയായ അക്ബർ പ്രഖ്യാപിച്ച ഒരു സമന്വയ മതമായിരുന്നു. അക്ബറിന്റെ രാജസദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്ന ബീർബൽ മാത്രമാണ് ഈ മതം സ്വീകരിച്ച ഹിന്ദു. അക്ബർ തന്റെ ഭരണത്തിൽ മതസഹിഷ്ണുത പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഈ ആശയം മുന്നോട്ടുവച്ചു. രാജാ ബീർബലിന്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു? മഹേഷദാസ്. മഹേഷദാസ് എന്നായിരുന്നു ബീർബലിന്റെ യഥാർത്ഥ പേര്. മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ ഉപദേഷ്ടാവും പ്രധാനമന്ത്രിയും സൈനികനുമായിരുന്നു അദ്ദേഹം. ബുദ്ധിക്കും വിവേകത്തിനും പേരുകേട്ട ബീർബൽ അക്ബറിന്റെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു. ആർക്കാണ് അക്ബർ ജഗദ്ഗുരു, യുഗപ്രധാൻ എന്നീ സ്ഥാനപ്പേരുകൾ നൽകിയത്? ജഗദ്ഗുരു ജൈന ആചാര്യനായ ഹരി വിജയ സൂരിക്കും യുഗപ്രധാൻ ജിൻ ചന്ദ്ര സൂരിക്കും. അക്ബർ മതപരമായ ചർച്ചകളിൽ താൽപര്യം കാണിക്കുകയും വിവിധ മതങ്ങളിലെ പണ്ഡിതന്മാരെ ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. ജൈനമതത്തിലെ പ്രമുഖ ആചാര്യന്മാരായ ഹരി വിജയ സൂരിക്ക് ജഗദ്ഗുരു എന്ന സ്ഥാനപ്പേരും ജിൻ ചന്ദ്ര സൂരിക്ക് യുഗപ്രധാൻ എന്ന സ്ഥാനപ്പേരും നൽകി അദ്ദേഹം അവരെ ആദരിച്ചു. ബീർബലിന് അക്ബർ നൽകിയ സ്ഥാനപ്പേരുകൾ എന്തെല്ലാമായിരുന്നു? രാജ എന്നും കവി റായ് എന്നും.
ബുദ്ധിശാലിയായ ഉപദേഷ്ടാവായിരുന്ന ബീർബലിനെ അക്ബർ ചക്രവർത്തി വളരെ ബഹുമാനിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സേവനങ്ങൾക്കും കഴിവിനും അംഗീകാരമായി രാജ എന്ന പദവിയും കവിറായ് കവികളുടെ രാജാവ് എന്ന സ്ഥാനപ്പേരും അക്ബർ സമ്മാനിച്ചു. അക്ബറിന്റെ സദസ്സിൽ റഹീം എന്നറിയപ്പെട്ടിരുന്ന പ്രശസ്ത ഹിന്ദി കവി ആരായിരുന്നു? അബ്ദുൾ റഹീം ഖാൻ ഇ ഖാനൻ. അബ്ദുൾ റഹീം ഖാൻ ഇ ഖാനൻ അക്ബറിന്റെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു. അദ്ദേഹം ഒരു യോദ്ധാവ് മാത്രമല്ല, വലിയ ഹിന്ദി കവിയും പണ്ഡിതനുമായിരുന്നു. റഹീമിന്റെ ദോഹകൾ, ദോഹാവലി അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികളിൽ ഒന്നാണ്. അക്ബറിന്റെ ഭരണകാലത്ത് മസ്ഹർ എന്ന പ്രമാണത്തിന്റെ കരട് തയ്യാറാക്കിയത് ആരായിരുന്നു? ഷെയ്ഖ് മുബാറക്. 1579 ഷെയ്ഖ് മുബാറക് തയ്യാറാക്കിയ മസ്ഹർ പ്രമാണം മതപരമായ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള പരമാധികാരം അക്ബറിന് നൽകി. ഇത് അക്ബറിന്റെ മതപരമായ നയങ്ങളുടെ ഒരു സുപ്രധാന ഘടകമായിരുന്നു. ദീനി ഇലാഹി എന്ന ആശയത്തിനു വഴി തുറന്നു. അബുൾ ഫസലിന്റെയും ഫൈസിയുടെയും പിതാവ് ആരായിരുന്നു? ഷെയ്ഖ് മുബാറക്. മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ സദസ്സിലെ പ്രമുഖരായ പണ്ഡിതന്മാരും എഴുത്തുകാരുമായിരുന്നു അബുൾ ഫസലും ഫൈസിയും. അക്ബർനാമ എഴുതിയ അബുൾ ഫസലും പ്രശസ്ത കവിയായ ഫൈസിയും ഷെയ്ഖ് മുബാറക്കിന്റെ മക്കളായിരുന്നു. അക്ബറിന്റെ ദിവാൻമാരിൽ ആരാണ് ഭൂമി നികുതി പിരിവിലെ വൈദഗ്ധ്യത്തിന് പേരുകേട്ടത്? തോഡർ മാൽ. രാജാ തോഡർ മാൽ അക്ബറിന്റെ ധനമന്ത്രിയും പ്രധാനപ്പെട്ട നവരത്നങ്ങളിൽ ഒരാളുമായിരുന്നു. ഭൂമി നികുതി സമ്പ്രദായത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ അദ്ദേഹം ഭൂമി അളക്കുന്നതിലും നികുതി നിശ്ചയിക്കുന്നതിലും പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിച്ചു. അക്ബറിന്റെ ഭരണകാലത്ത് തോഡർ മാൽ നടപ്പിലാക്കിയ ഭൂമി നികുതി സമ്പ്രദായം ഏതായിരുന്നു? ദഹ്സാല സമ്പ്രദായം. ദഹ്സാല സമ്പ്രദായം അല്ലെങ്കിൽ സബ്തി സമ്പ്രദായം ഭൂമി നികുതി ഏകീകരിക്കുന്നതിനായി രാജാ തോഡർ മാൽ ആവിഷ്കരിച്ചതായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തെ വിളവ്, ഉൽപ്പാദനം, വിലകൾ എന്നിവയുടെ ശരാശരി കണക്കാക്കി നികുതി നിശ്ചയിക്കുന്ന രീതിയായിരുന്നു ഇത്. തോഡർ മാൽ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? മുഷ്രിഫ് ഇ ദിവാൻ. തോഡർ മാൽ അക്ബറിന്റെ ഭരണത്തിലെ ഒരു പ്രമുഖ ധനകാര്യ വിദഗ്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണപരമായ കഴിവുകളും സാമ്പത്തിക പരിഷ്കാരങ്ങളും കാരണം മുഷ്രിഫ് ഇ ദിവാൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇത് അദ്ദേഹത്തിന്റെ സാമ്പത്തിക മേൽനോട്ടത്തെയും കണക്കെഴുത്തിലെ വൈദഗ്ധ്യത്തെയും സൂചിപ്പിക്കുന്നു. അക്ബർ തന്റെ ഭരണത്തിന്റെ 24ാം വർഷത്തിൽ സബ്ത് സിസ്റ്റം എന്നും അറിയപ്പെട്ടിരുന്ന പുതിയ നികുതി സമ്പ്രദായം ഏതായിരുന്നു? ആയിൻ ഇ ദഹ്സാല. ആയിൻ ഇ ദഹ്സാല എന്നത് അക്ബറുടെ ധനമന്ത്രിയായിരുന്ന രാജാ തോഡർ മാൽ നടപ്പിലാക്കിയ ഒരു നികുതി സമ്പ്രദായമാണ്. ഇത് മുൻപത്തെ 10 വർഷത്തെ കൃഷി ഉൽപ്പാദനത്തിന്റെയും വിലകളുടെയും ശരാശരി കണക്കാക്കി നികുതി നിശ്ചയിച്ചു. ഈ സമ്പ്രദായം സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ സഹായിക്കുകയും കർഷകർക്ക് ഒരുപോലെ ഗുണകരമാകുകയും ചെയ്തു. അക്ബറുടെ ഭരണകാലത്ത് പുറത്തിറക്കിയ നാണയങ്ങളിൽ ദേവനാഗരി ലിപിയിൽ പേരുകളോടുകൂടി ഏത് ഹിന്ദു ദൈവങ്ങളെയാണ് ചിത്രീകരിച്ചിരുന്നത്? രാമനും സീതയും. അക്ബർ തന്റെ ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിൽ മതസഹിഷ്ണുതയുടെ സൂചനയായി രാമന്റെയും സീതയുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത നാണയങ്ങൾ പുറത്തിറക്കി. ഈ നാണയങ്ങൾ അദ്ദേഹത്തിന്റെ സുൽഹ്-ഇ-കുൽ എല്ലാവർക്കും സമാധാനം എന്ന നയത്തിന്റെ ഭാഗമായിരുന്നു. ഇത് മുഗൾ സാമ്രാജ്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവത്തെ എടുത്തുകാണിക്കുന്നു. അക്ബറുടെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായ സംഗീതജ്ഞൻ ആരായിരുന്നു? താൻസൻ. മുഗൾ ചക്രവർത്തി അക്ബറുടെ കൊട്ടാരത്തിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു താൻസൻ. ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിലെ ഒരു ഇതിഹാസമായി ഇദ്ദേഹത്തെ കണക്കാക്കുന്നു. ഇദ്ദേഹം പല രാഗങ്ങളും സൃഷ്ടിക്കുകയും സംഗീതത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകുകയും ചെയ്തു. അക്ബർ സംഗീതജ്ഞനായ താൻസന് നൽകിയ പദവി എന്തായിരുന്നു? കണ്ടാഭരണ വാണി വിലാസ്. സംഗീതത്തിലുള്ള താൻസന്റെ അസാധാരണമായ കഴിവിനെ അംഗീകരിച്ച് അക്ബർ ചക്രവർത്തി നൽകിയ സ്ഥാനപ്പേരായിരുന്നു കണ്ടാഭരണ വാണി വിലാസ്. ഇത് താൻസന്റെ ശബ്ദമാധുര്യത്തെയും സംഗീതജ്ഞാനത്തെയും പ്രകീർത്തിക്കുന്ന ഒന്നാണ്. ഈ പദവി താൻസന്റെ സംഗീതലോകത്തെ പ്രാധാന്യം ഊട്ടിയുറപ്പിക്കുന്നു. സംഗീതജ്ഞനായ താൻസന്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു? രാംധനു പാണ്ഡെ. മിയാൻ താൻസൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത സംഗീതജ്ഞന്റെ യഥാർത്ഥ പേര് രാംധനു പാണ്ഡെ എന്നായിരുന്നു. ഇദ്ദേഹം ഗ്വാളിയോറിൽ ജനിച്ചു. പിന്നീട് സംഗീതലോകത്ത് തന്റേതായ ഒരിടം കണ്ടെത്തുകയും അക്ബറുടെ കൊട്ടാരത്തിലെ പ്രമുഖനായി മാറുകയും ചെയ്തു.
താൻസന്റെ പ്രധാന സംഗീത രചനകളിൽ ചിലത് ഏതൊക്കെയാണ്? മിയാൻ കി തോടി, മിയാൻ കി മൽഹാർ, ദർബാരി കാനഡ, മിയാൻ കാ സാരംഗ്. താൻസെൻ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീതത്തിൽ നിരവധി രാഗങ്ങൾക്കും ബന്ധങ്ങൾക്കും രൂപം നൽകി. മിയാൻ കി തോടി, മിയാൻ കി മൽഹാർ, ദർബാരി കാനഡ എന്നിവ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ രചനകളിൽ ചിലതാണ്. ഈ രചനകൾ ഇന്നും സംഗീത കച്ചേരികളിൽ അവതരിപ്പിക്കപ്പെടുകയും സംഗീത വിദ്യാർത്ഥികൾക്ക് പ്രചോദനം നൽകുകയും ചെയ്യുന്നു. താൻസൻ വിദഗ്ധനായിരുന്ന സംഗീതോപകരണം ഏതായിരുന്നു? രുദ്രവീണ അല്ലെങ്കിൽ റബാബ്. താൻസൻ രുദ്രവീണയിലും റബാബിലും അത്യധികം വൈദഗ്ധ്യമുള്ള ഒരു സംഗീതജ്ഞനായിരുന്നു. ഈ ഉപകരണങ്ങളിൽ അദ്ദേഹം തന്റേതായ ശൈലി വികസിപ്പിച്ചെടുത്തു. ഇത് അദ്ദേഹത്തിന്റെ സംഗീത പ്രതിഭയ്ക്ക് ഒരു മികച്ച ഉദാഹരണമാണ്.